ഓക്കെ മാം, ഞങ്ങൾക്കൊരു ടോക്ക് തരാൻ പറ്റുമോ? ലൈക്ക് ഇന്നാണ് നമ്മുടെ എലവേറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നാണ് നമ്മുടെ ആദ്യത്തെ വർക്ക്ഷോപ്പ്. നാളെ മുതൽ ഒരു 6 ഡേ ബൂട്ട് ക്യാമ്പാണ് ക്ലൗഡ് ഡെവലപ്മെന്റിന്റെ. അതിനുശേഷം സീരീസിന്റെ ഒരു സെഷൻസ് ആയിരിക്കും. സീരീസ് പോലെ അവർ ഇൻഡസ്ട്രി എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് കയറാം എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തുതരും. അപ്പം ഐ എം ഇൻവൈറ്റിംഗ് ജലശ്മി മിസ് ടു ഹാൻഡിൽ ടു ടേക്ക് സം ടൈം. Okay. Good evening, everyone. How many students joined? 35 around, right? 39. Okay. Am I audible? Yes, ma'am. You're audible. Okay. So good evening, everyone. As Jacob was pointing out, so today we are starting with a new event under this IEEE Computer Society chapter. So which is a 6-day boot camp named Elevate. So as we all know, the computer science and engineering has gone a dramatic transformation in the past few decades. So in every human life, the computer science and engineering is making a mark. Okay, so as we all know, with the rise of AI, the machine learning, blockchain, and quantum computing, so this computing landscape is shifting. It's a paradigm change is there in the computing field. So as educators, it is our responsibility to equip our students with the knowledge and skills to navigate with the rapidly changing environment. So for keeping up with this advancement, this changes, you must have a mindset to have a lifelong learning. So as part of this particular event, I hope all of you will follow the events which are planning to be organized under the IEEE CSE Society chapter. So as a first step, today we will be having the session on LinkedIn workshop, how to develop a LinkedIn profile. So Jacob George will be handling that session, and you will be continuing your continuing your sessions in the next coming 1 week. And later on, we will be having other sessions too with the help of our alumni, industrialists, professionals, etc. So hope all of you will enjoy the sessions and you will have a better technical skill empowerment by this IEEE Computer Society chapter. So I wish all success to this event, and I wish all of you have to attend the session completely and have a good get back from this. So all the best, and you can continue with the session. Okay, ma'am. Thank you so much. As Jalashmi ma'am told, ma'am is always very supportive to us. നമ്മുടെ ഓരോ ഇവൻസിനും മാം നല്ല സപ്പോർട്ടീവ് ഒക്കെയാണ്. സോ താങ്ക് യു മാം ഫോർ ദ ടോക്ക്. അപ്പോൾ മാം പറഞ്ഞതുപോലെ നിങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു എയിമോടെ വേണം നിങ്ങൾ ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യാനും. അപ്പം വെറുതെ ഒരു 1 hour പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്. മാക്സിമം ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തണം. സോ താങ്ക് യു വെരി മച്ച് മാം ഫോർ കമ്മിങ്. ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഓഡിയോ ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണേ, നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. Clear ആണ് ജേക്കബ്. താങ്ക് യു മാം. ഓക്കെ, സോ ലിങ്ക്ഡിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് തിരക്കായതുകൊണ്ട് ഒരു PPT ആക്കാനൊന്നും പറ്റിയില്ല, പക്ഷെ കുറച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങളും പിന്നെ ജസ്റ്റ് ഞാൻ പ്രാക്ടിക്കലി ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് നമുക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ പ്രൊഫൈലും പിന്നെ എനിക്ക് ഇൻസ്പയർ ആയ കുറച്ച് ആൾക്കാരുടെ പ്രൊഫൈൽസ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം എങ്ങനെയാണ് ഇത് നന്നായിട്ടൊന്ന് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ എന്താണ് ലിങ്ക്ഡിൻ? സോ ഹൗ മെനി ഓഫ് യു ഹാവിങ് എ ലിങ്ക്ഡിൻ പ്രൊഫൈൽ? എത്ര പേർക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ട്? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു 10+, around 15 students having
ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒരു ഗുഡ് പ്രോഗ്രസ് ആണ്. ഞാൻ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ ആയിരുന്നു ലിങ്ക്ഡിൻ അക്കൗണ്ട് തുടങ്ങിയത്. അപ്പായിരുന്നു എനിക്ക് അതിൻ്റെ ഒരു അവയർനെസ് കിട്ടിയത് ഗൈസ്. അപ്പം നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയത് എന്തായാലും നല്ലൊരു കാര്യമാണ്. ആ പ്രൊഫൈൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, ഞാൻ പേഴ്സണലി കാണാറുണ്ട്. ഇപ്പം നിവേദിൻ്റെ ആണെങ്കിൽ സഞ്ജയിൻ്റെ ആണെങ്കിൽ പലരുടെയും ഇതിൽ കാണുന്ന പല ആൾക്കാരുടെയും എനിക്ക് കണ്ടിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ അവർ എന്താ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഏത് അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ എന്താ വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടായിക്കൊണ്ട് നമുക്ക് അതിനകത്ത് റീച്ച് കിട്ടൂല. നമ്മൾ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എന്താ പോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ എന്താ മറ്റുള്ളവരുടെ സ്റ്റോറി നോക്കണം, എന്നാലേ അവർ നമ്മുടെ സ്റ്റോറി നോക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ പോസ്റ്റ് ലൈക്ക് അടിക്കണം, എന്നാലേ അവർ നമ്മുടെ പോസ്റ്റ് ലൈക്ക് അടിക്കുകയുള്ളൂ. അപ്പം ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആപ്പാണ്. ഇപ്പം ചില ആൾക്കാർ ലിങ്ക്ഡിനിൽ എന്താ അഡിക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാനും ഒരു സമയത്ത് അഡിക്റ്റഡ് ആയിരുന്നു. കാരണം നല്ല കണ്ടന്റ് ആണ് അതിനകത്ത് വരുന്നത്. ടെക്നിക്കലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പല ഇതും അതിനകത്തുണ്ട്. പല സോഴ്സും പല റിസോഴ്സസും എന്താ ലിങ്ക്ഡിനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് കാര്യമായിട്ടും യൂസ് ചെയ്യണം. വെറുതെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല, അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. സോ വൈ വി യൂസ് ലിങ്ക്ഡിൻ, എന്താണ് എങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുക, പിന്നെ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ്, പിന്നെ കുറച്ച് റിസോഴ്സസ്, ലിങ്ക്ഡിൻ എങ്ങനെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇത് മുമ്പുണ്ടായിരുന്ന ഒരു ലേ ഔട്ടാണ് ലിങ്ക്ഡിൻ്റെ. ഇപ്പം അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് തുടങ്ങാം. എന്താണ് ലിങ്ക്ഡിൻ? ലിങ്ക്ഡിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മോർ ദാൻ യുവർ ഡിജിറ്റൽ റെസ്യൂം. നിങ്ങളുടെ റെസ്യൂമിനെക്കാളും ഇപ്പൊ ലിങ്ക്ഡിൻ എന്തുകൊണ്ട് ലിങ്ക്ഡിന് പ്രസക്തി എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവറിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇരിക്കുന്നു. അപ്പം ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ല നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ പോയിട്ടില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂവർ ഞാൻ പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ ലാപ്ടോപ്പിൽ അവർ എന്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു, ലിങ്ക്ഡിൻ്റെ URL എന്താ ഈ ഒരു ഷേപ്പിലായത്, അതെങ്ങനെ ലിങ്ക്ഡിൻ URL നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്താ കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗിറ്റബിൻ്റെയും ലിങ്ക്ഡിൻ്റെയും ഏകദേശം ഒരേ ടൈപ്പായിരുന്നു URL. അപ്പോൾ അതേ അങ്ങനെ ചോദിച്ചു. അപ്പം ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ റെസ്യൂമിൽ വെക്കുന്ന ഓരോ കാര്യങ്ങളും അവർ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പം ഇന്റർവ്യൂവിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ പറയുന്നതിനൊരു ഡിജിറ്റൽ പ്രൂഫാണ് എന്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഓക്കെ, നിങ്ങളുടെ ലിങ്ക്ഡിൻ ആക്ടിവിറ്റി, നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പോസ്റ്റ് നിങ്ങൾ ഇട്ടിട്ടുണ്ട്, അതിനകത്തുള്ള പ്രൊജക്ട് സെക്ഷൻ, അതിനകത്ത് ഗിറ്റബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അതുവഴി അവർക്ക് ഗിറ്റബിലോട്ടുള്ള ആക്സസ് കിട്ടും. പ്രൊജക്ട് നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പേർട്ട് ആണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ജോബ് തരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തള്ളാം ഓക്കെ ഇന്റർവ്യൂവിന്റെ സമയത്ത്. പക്ഷെ ഇതൊരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ പോലെ, ഡിജിറ്റൽ റെസ്യൂം പോലെ എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ടാവും. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു എവിഡൻസ് ഫോർ യുവർ സ്കിൽ. നിങ്ങൾക്കൊരു സ്കിൽ നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ റിലേറ്റ് ചെയ്ത് ഒരു പോസ്റ്റ് എഴുതാം. പോസ്റ്റ് എങ്ങനെ എഴുതുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു സ്കില്ലുണ്ട്, റിയാക്ട് വെച്ച് നിങ്ങളൊരു പ്രൊജക്ട് ചെയ്തു. ആ പ്രൊജക്ട് നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് അവരോട് പറയാം, ഞാൻ ഈ ഡേറ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, യു ക്യാൻ റെഫർ ദാറ്റ്. അപ്പം അതിനകത്ത് ഞാൻ എന്താ ആ പ്രൊജക്റ്റിനെ പറ്റി കംപ്ലീറ്റ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നോക്കും. എന്നിട്ട് അപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലാവും ഈ ഒരു സ്റ്റുഡൻറ്റ് വെൽ ക്വാളിഫൈഡ് ആണ് ഫോർ അവർ റോൾ എന്നവർക്ക് മനസ്സിലാവും. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലിങ്ക്ഡിൻ്റെ ഒരു യൂസ്. ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയാൽ, ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയാൽ ഒരു ഇന്റർവ്യൂ ആ ടൈം എത്തുമ്പോഴേക്കും ആ പ്രൊഫൈൽ നല്ലോണം ഗ്രോ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഇത് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നിങ്ങൾക്ക് യു ക്യാൻ ബിൽഡ് യുവർ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് നെറ്റ്വർക്കിംഗ്, എന്താണ് നെറ്റ്വർക്കിംഗ് എന്ന് നിങ്ങൾക്കറിയുമോ? നെറ്റ്വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ IEEE ഒരു തീമാണ് നെറ്റ്വർക്കിംഗ്. ഇപ്പം IEEE വഴി പല ആൾക്കാർ പലരെയും റെഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ AKCSC പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് ഒരു ബ്രോ എന്നോട് പറഞ്ഞിരുന്നു, IEEE എന്താ പറയാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന IEEE ഉണ്ടായി പിന്നെ വേറൊരു കമ്പനിയിൽ, നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രോ ഉണ്ടായിരുന്നു. അപ്പം ആ ബ്രോ ആയിരുന്നു IEEE ജൂനിയർ മെമ്പറിനെ ആ കമ്പനിയിലോട്ട് റെഫർ ചെയ്തത്. അപ്പൊ അതുവഴി ഇദ്ദേഹത്തിന് നല്ലൊരു പാക്കേജിലോട്ട് കയറാൻ പറ്റി. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ സെയിം കമ്പനി ആയിട്ടോ, അല്ലെങ്കിൽ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള എന്താ പറയാ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ഇയേഴ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടോ, പല കോളേജുകളിലെ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ
നെറ്റ്വർക്ക് നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഇന്റേൺഷിപ്പിന് നിങ്ങളൊരു സ്കില്ല് പഠിച്ചു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിയാക്ട് എന്നുള്ളൊരു സ്കില്ല് പഠിച്ചു. അപ്പം നിങ്ങൾക്ക് റിയാക്റ്റിൽ ഒരു ഇന്റേൺഷിപ്പ് ആണ്. നിങ്ങളത് എങ്ങനെ സെർച്ച് ചെയ്യും? ഞാൻ ആ കാര്യം കാണിച്ചു തരാം. ലിങ്ക്ഡിനിൽ നമ്മളെങ്ങനെയാണ് അതൊക്കെ സെർച്ച് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. ഞാൻ സ്ക്രീൻ മാറ്റിക്കൊണ്ട് അറിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ. സോ അങ്ങനെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന വഴി എന്താ പറയുക, നിങ്ങൾക്ക് ഒരാളുടെ റെഫറൽ വേണം ഒരു കമ്പനിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് അസിസ്റ്റൻസ് ചോദിക്കാം. അപ്പോൾ പല കാര്യങ്ങൾക്കും ലിങ്ക്ഡിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ വേറെ കാര്യമാണ്, കുഡ് ബി ദ ഫസ്റ്റ് പ്ലേസ് സമ്മൺ എൽസ് ലുക്സ്. അതായത് ഒരു റിക്രൂട്ടർ നിങ്ങളെ സെർച്ച് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നോക്കുവാണ്, എനിക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അറിയുന്ന ഒരാളെ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യും. സോറി, ഇത് ജോബ് സെർച്ച് ആണ്. എനിക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അറിയുന്ന, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അറിയുന്ന ഒരാളെ വേണം. സോ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അറിയുന്ന ആരെങ്കിലും എനിക്ക് വേണം. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു എൻ്റെ ഒരു പ്രൊജക്റ്റിന് അസിസ്റ്റൻസ് വേണ്ട ഒരാളായിരിക്കും. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ എനിക്ക് പല ആൾക്കാരെയും കാണാൻ പറ്റും. കണ്ടോ, ഇതേ ഒരു അക്ഷയ് സജീവ് എന്ന ഒരാൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ റിക്രൂട്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രൊജക്ട് സെക്ഷൻ എടുത്ത് നോക്കും. അപ്പം പ്രൊജക്ട് സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് കാര്യമായിട്ട് പ്രൊജക്റ്റ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രൂഫ് ഇല്ല അദ്ദേഹം ഒരു ഡെവലപ്പർ ആണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ഇല്ല. പക്ഷെ ആക്ച്വലി ഇദ്ദേഹം വർക്ക് ചെയ്യുകയാണ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇത് ഒരു ഡെവലപ്പർ ആയിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ച് അവരോട് പറയാം, എനിക്കൊരു നിങ്ങൾക്കൊരു റോൾ ഉണ്ട്, ഓപ്പൺ റോൾ ഉണ്ട്, ക്യാൻ യു അപ്ലൈ ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ടൊരു റോൾ. ഇപ്പം പല ആൾക്കാർക്കും, ഇപ്പം ഫേസ്ബുക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, ഞാൻ യൂട്യൂബിൽ ഇന്റർവ്യൂ കണ്ടതാണ് അദ്ദേഹത്തിന്റെ. അപ്പം സിംഗപ്പൂരിലുള്ള ഒരു റിക്രൂട്ടർ ആയിരുന്നു ലിങ്ക്ഡിൻ വഴി ആ ബ്രോനെ കണ്ടുപിടിച്ച് ത്രൂ അദ്ദേഹത്തിന്റെ പോസ്റ്റും അദ്ദേഹത്തിന്റെ പ്രോജക്ട്സും പ്രീവിയസ് കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് റിവ്യൂ ചെയ്തിട്ട് ഒരു 24 hours പ്ലസ് അദ്ദേഹത്തിന്, സോറി ഫേസ്ബുക്കിലല്ല, ഫേസ്ബുക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പം ഇതിലാണ്, ബെൻസിൽ എന്തോ വർക്ക് ചെയ്യാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആ പാർട്ട്. അപ്പം അദ്ദേഹത്തിന് ഒരു 24 hours എന്താ പറയാ, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊജക്ട് സെക്ഷനും ഒക്കെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ആ റോളിലോട്ട് സെലക്ട് ചെയ്തത്. അപ്പം ഇപ്പൊ അത്രയും ലോങ്ങിലുള്ള ഒരാൾക്ക്, ഇപ്പൊ സിംഗപ്പൂരിലെ ഒരു റിക്രൂട്ടറിന് എന്നെ ഫോൺ വിളിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് എന്നെ അറിയണമെങ്കിൽ, ആ റിക്രൂട്ടറിന് എന്നെ അറിയണമെങ്കിൽ എൻ്റെ ഒരു പ്രൊഫൈൽ ഇതാണ്, ഈ ഒരു പ്രൊഫൈലിലൂടെ എനിക്ക് അവരെ അറിയാൻ പറ്റും, എൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ്. അതുവഴി അവർക്ക് നിങ്ങളെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ജോബിന് ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ജോബിലോട്ട് നിങ്ങളെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. റിക്രൂട്ടർ അങ്ങനെ റെഫർ ചെയ്യും ഇത് അവരുടെ കമ്പനിയിലോട്ട്. കമ്പനിക്ക് ഓക്കെ ആണെങ്കിൽ പിന്നീടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇന്റർവ്യൂ, പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ, കോഡിംഗ് ടെസ്റ്റ് അതൊക്കെ കൊടുത്ത് ക്വാളിഫൈഡ് ആണെങ്കിൽ അവർ ആ സ്പെസിഫിക് റോളിലോട്ട് സെലക്ട് ചെയ്യും. അതുപോലെ കുറേ ആൾക്കാർ ഇപ്പം മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം ഇതുപോലെയാണ്. ലിങ്ക്ഡിനിൽ റെഫറൽ കിട്ടി, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടിട്ടാണ് അവർക്ക് ആ ജോബ് കിട്ടി. അപ്പം പല ആൾക്കാർക്കും ഇതുപോലെ ജോബ് കിട്ടുന്നുണ്ട് ത്രൂ അവരുടെ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിട്ട് കാണുമ്പം റിക്രൂട്ടറിന് മനസ്സിലാവും ഇവരൊരു ബെസ്റ്റ് ഫിറ്റ് ഫോർ അവർ റോൾ. അപ്പം ലിങ്ക്ഡിന് ആ ഒരു ഇതുണ്ട്. പിന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കാണണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കണം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ലിങ്കിൻ അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇല്ല, നിങ്ങൾക്ക് ഒരു അബൌട്ട് സെക്ഷൻ നിങ്ങൾ ഫിൽ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്താ ഒരു അബൌട്ട് സെക്ഷൻ ഇല്ല, പ്രൊജക്റ്റ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കില്ലും ഇല്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പം അവര് ആദ്യം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നെയിം ടോപ്പിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ലിങ്കിൽ ആക്റ്റീവ് ആയിരിക്കണം. എങ്ങനെ ആക്റ്റീവ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക, പിന്നെ നിങ്ങളുടെ പ്രൊജക്ട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക, ഗിറ്റബ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ്
സ്കീമൊക്കെ ആണെങ്കിൽ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ഗിറ്റ് പ്രൊഫൈൽ ആയിരിക്കും. ഗിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് അല്ലാണ്ട് നല്ല ഹൈ പാക്കേജിൽ നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബിഫോർ ലീവിംഗ് ദ കോളേജ്, തേർഡ് ഇയറിൽ പഠിക്കുമ്പോഴോ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴോ ഫോർത്ത് ഇയർ എന്താ നമ്മൾ ലീവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നല്ലൊരു പാക്കേജോടെ നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. 93% ഓഫ് കമ്പനീസ് യൂസിങ് ലിങ്ക്ഡിൻ ഫോർ റിക്രൂട്ടിംഗ്. റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 93% ഓഫ് കമ്പനീസും ലിങ്ക്ഡിൻ ആണ് യൂസ് ചെയ്യുന്നത്. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ദെൻ 80% ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഫിൽഡ് ത്രൂ റെഫറൽ. റെഫറൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഇൻഫോസിസിൽ ഒരാൾ വർക്ക് ചെയ്യുന്നത് വിചാരിക്കും. ഇപ്പം എൻ്റെ സീനിയർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്നെ ഒന്ന് റെഫർ ചെയ്യുമോ നിങ്ങളുടെ കമ്പനിയിലോട്ട്. അപ്പൊ അവർക്ക് നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ റെഫറിലൂടെ നമ്മൾ കയറുന്നത് വഴി നമുക്ക് ആപ്റ്റ്യൂഡ് സെക്ഷൻ ഒഴിവാക്കും. ഇപ്പൊ നമുക്കൊരു ജോബ് കിട്ടണമെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ആപ്റ്റ്യൂഡ്. ആപ്റ്റ്യൂഡ്, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, വെർബൽ എബിലിറ്റി ഉണ്ട്, പിന്നെ പിന്നെന്താ മാത്തമാറ്റിക്കൽ റീസണിങ്, അതുപോലെ കുറെ സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതൊരു ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടും. തേർഡ് ഇയർ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ അതിന്റെ ട്രെയിനിങ് കിട്ടും. അപ്പം എന്താ ആ ഒരു സെക്ഷനൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കയറാം, ഇന്റർവ്യൂ ഫേസിലോട്ട് കയറാൻ പറ്റും. കാരണം ഒരാൾ റെഫർ ചെയ്ത് ഇപ്പം ഒരു വർക്കിംഗ് പ്രൊഫഷനിൽ റെഫർ ചെയ്ത ഒരാളാകുമ്പോൾ അവർക്ക് മനസ്സിലാവും, കമ്പനിക്കാർക്ക് മനസ്സിലാവും അത്യാവശ്യം സ്കിൽഡ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വെറുതെ റെഫർ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവാണെങ്കിൽ ഇത്രയും ഫേസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ ഫേസിലോട്ട് പോകാം. അതാണ് വേറൊരു ബെനിഫിറ്റ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നതിലൂടെ. പിന്നെ സെയിം ഹയറിംഗ് മാനേജേഴ്സ് ഒക്കെ നോക്കുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കിയിട്ടാണ്. പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റി, നോട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് കണക്ഷൻസ്. അതായത് ഞാൻ പണ്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് എന്താ ഈ ഇൻസ്റ്റാഗ്രാം പോലെ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരൊക്കെ മറ്റേ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായ അതിലൊന്നും ഒരു കാര്യമില്ല, നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് അറൗണ്ട് ഒരു 1000+ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ അങ്ങോട്ട് ഫോളോ ചെയ്യായിരുന്നു. പിന്നീട് ലിങ്കിന്റെ ഒരു പ്രീമിയം കിട്ടി. അതുവഴി എൻ്റെ പ്രൊഫൈൽ ഒന്നും കൂടി ബിൽഡായി. പിന്നെ കുറെ പോസ്റ്റ് ഒക്കെ ഇടാൻ തുടങ്ങി, പ്രോജക്ട്സ് അതൊക്കെ ഇട്ടത് വഴി. പിന്നെ IEEE എക്സ്ട്രീമിന്റെ അംബാസിഡറും കൂടിയായിരുന്നു. അതുവഴി ഒരു ഗ്ലോബൽ വ്യൂവും കൂടി എൻ്റെ പ്രൊഫൈലിൽ കിട്ടി. അതുവഴിയാണ് എൻ്റെ ലിങ്കിൻ അക്കൗണ്ട് ഗ്രോ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ലിങ്കിൻ പ്രീമിയം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നാളെ മുതൽ നടത്താൻ പോകുന്ന ഇവന്റിലാണെങ്കിൽ ലിങ്കിൻ പ്രീമിയം വൗച്ചേഴ്സ് കിട്ടും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതില് ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ, അതിന്റെ കണ്ടീഷനൊക്കെ ഞാൻ പിന്നെ ഗ്രൂപ്പിലിടാം. ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്കൻ പ്രീമിയം കിട്ടും. ഒരു പകുതി കൂടുതൽ ആൾക്കാർക്കും ലിങ്കൻ പ്രീമിയം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 1 out of every 10 പാർട്ടിസിപ്പൻസ്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ എത്ര ഹവേഴ്സ് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുന്നു, പിന്നെ നിങ്ങൾ ക്വിസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പെർഫോമൻസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റോടെ സാധനങ്ങൾ ചെയ്തു എന്നല്ല, നിങ്ങളുടെ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രീമിയം ഒക്കെ നമുക്ക് തരാൻ വേണ്ടി പറ്റും. ലിങ്ക്ഡിൻ പ്രീമിയം മാക്സിമം ആൾക്കാർക്ക് തരിക. ഇപ്പൊ ലിങ്ക്ഡിൻ പ്രീമിയം നിങ്ങൾക്ക് കിട്ടി, എങ്ങനെ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാൻ പറ്റില്ല, അറിയത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ കുറേ ടൈം. സോ നെക്സ്റ്റ് ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ PPT-ആണ്. എനിക്കൊരു സോഴ്സ് നിന്ന് കിട്ടിയ സാധനം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. പക്ഷെ ഇന്ന് പ്രോജക്ട് പ്രസന്റേഷനൊക്കെ വന്നിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ കഴിഞ്ഞ ദിവസം വീട്ടിലും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു PPT ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആൾക്കാരെയും കിട്ടിയില്ല, നിങ്ങൾക്ക് എല്ലാവരും തിരക്കും കാര്യങ്ങളും. സോ വൈ ഡു ഐ നീഡ് ഇറ്റ്? ഓൾറെഡി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. റിക്രൂട്ടേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് ലിങ്ക്ഡിൻ നല്ലതാണ്. പിന്നെ അപ്ലൈ ടു ജോബ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ റിസർച്ച് കമ്പനീസ് നിങ്ങളുടെ ഏരിയ ഓഫ് സ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന കമ്പനീസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതും ലിങ്ക്ഡിന്റെ ഒരു ഫീച്ചറാണ്. പിന്നെ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഒരു ഇൻട്രോ പോലെയായിരുന്നു. ഇനി എങ്ങനെയാണ് ലിങ്ക്ഡിൻ സ്ക്രീൻ കാണുന്നില്ല തോന്നുന്നു. ഓക്കെ, ഒന്നുകൂടി വിഷയം. ഇപ്പം ഓക്കെ ആണോ? കാണുന്നുണ്ട്. ഓക്കെ, സുമിയ ഇപ്പൊ ഓക്കെ അല്ലേ?
ഐ തിങ്ക് മൈറ്റ് ബി യുവർ ഇഷ്യൂ. നെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. വേറെ വേറെ ആർക്കും കാണുന്നില്ലേ? കസ്റ്റമർ റിയാക്ട് ചെയ്യും. ഗൈസ്, അപ്പം നിന്റെ നെറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി അധികം ഇൻട്രോ പറയാണ്ട് ഞാൻ എന്താ കാര്യത്തിലോട്ട് കിടക്കാം. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണം. ഇനി എങ്ങനെയാണ് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ നോക്കാം. സോ നിങ്ങളെ തന്നെ ഒരു VIP ആയിട്ട് എന്താ പറയാ നിങ്ങൾ കാണിക്കണം. ഇപ്പം ഫസ്റ്റ് എക്സാമ്പിൾ ആണ് എന്താ ഞാൻ എൻ്റെ നിങ്ങൾ നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ വെക്കുക. ഇപ്പം ഇതുപോലെ വെക്കണമെന്നില്ല, ഇത് കുറെ പ്രൊഫഷണൽ ആയി നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ വെക്കുക. ആ പ്രൊഫൈൽ ഫോട്ടോയിൽ നിങ്ങൾ മാത്രം ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ പുറകിൽ വേറെ ആളിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന പോലെ പുറകോട്ട് തിരിഞ്ഞിരിക്കുന്നതിന്റെ ഫോട്ടോ, അല്ലെങ്കിൽ കാറിന്റെ മുമ്പിരിക്കുന്ന ഫോട്ടോ, അങ്ങനത്തെ ഒന്നും ഒരു പ്രൊഫഷണൽ ഫോട്ടോ നിങ്ങൾ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണം, കമ്പനീസിന് മനസ്സിലാവണം നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാവണം. അപ്പം ഒരു പ്രൊഫഷണൽ ഫോട്ടോ ആദ്യം സെറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ടാസ്ക്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇത് തന്നെ വേണമെന്ന് ഞാൻ പറയില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടുകൊണ്ട് അത് തന്നെ ഉള്ളൂ. അതല്ലാണ്ട് നിങ്ങൾക്ക് പല സാധനമുണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. എൻ്റെ PPT അത് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു നല്ല പ്രൊഫഷണൽ ഫോട്ടോ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ലിങ്ക്ഡിനിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമാണ്, നിങ്ങളിത് ഇൻസ്റ്റാഗ്രാം പോലെ ഒന്നും യൂസ് ചെയ്യില്ല. ഇതൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. ഇതിലുള്ള ആൾക്കാരൊക്കെ പ്രൊഫഷണൽസ് ആണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോടെ നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്യുക, എന്നാലേ അതിന്റെ ഒരു എന്താ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ചെറുതായിട്ട് പനിയായിരുന്നു, അതുകൊണ്ടാണ് വോയിസ് ഇതാവുന്നത്. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. സോ ഹെഡ് ഷോട്ട് നിങ്ങളെ തന്നെ ഒരു VIP ആയിട്ട് വെക്കുക. നല്ലൊരു ഫോട്ടോ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് ഒരു ഫോട്ടോ. ഓക്കെ, അത് സെറ്റ് ചെയ്യണം. പിന്നെ മേക്ക് ഷുവർ യു ആർ എലോൺ ആൻഡ് ദ പിക്ചർ ലുക്സ് ലൈക്ക് പ്രൊഫഷണൽ. ഓക്കെ, നിങ്ങൾ മാത്രം ആ ഫോട്ടോയിൽ ഉണ്ടായാൽ മതി, വേറെ ആരും വേണ്ട. കാരണം ഇത് നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ആണ്. അപ്പം അത് പ്രൊഫഷണൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കസ്റ്റം URL, എങ്ങനെ നമുക്ക് കസ്റ്റം URL സെറ്റ് ചെയ്യാം എന്ന് പറയുന്നത്, അത് ഞാൻ ഈ PPT ഞാൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. നമുക്ക് URL നമുക്ക് കസ്റ്റം ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ലൊക്കേഷന്, നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഫിസിബിലിറ്റി നിങ്ങൾ ആർക്കൊക്കെ കാണണം. അപ്പം എല്ലാം റിക്രൂട്ടേഴ്സിന് മാത്രമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഡാറ്റ പ്രൈവസി, ആർക്കൊക്കെ നിങ്ങൾ അയക്കുന്ന പോസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ അഡ്വർടൈസിങ് ആ ഒരു ഇത് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യം ഞാൻ പിന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ഞാൻ എഡിറ്റ് ചെയ്തത് അത് ഞാൻ പിന്നെ നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, സാധനം ഗ്രൂപ്പ് ഷെയർ ചെയ്തിടാം. ഇങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ. പിന്നെ പ്രൈവസി സെറ്റിംഗ്സ് ആണ്. അത് എന്താ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ ലോട്ട് കാണണം. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള പോലെ പ്രൈവറ്റ് ആക്കാൻ പറ്റും. പക്ഷെ പ്രൈവറ്റ് ആയിട്ട് ഒരു കാര്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ കയറി കാര്യം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
ഗൈസ് ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. വെരി സോറി ഗൈസ്. നേരത്തെ റീചാർജ് ആക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. തിരക്കായിട്ട് മറന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടം വരെയാ പറഞ്ഞത്? എവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായി? ഇൻട്രോ പാർട്ടൊക്കെ മനസ്സിലായല്ലോ. ഇനി ഡയറക്റ്റ് ലിങ്ക്ഡിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള പാർട്ട് പറയട്ടെ. ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ ബിൽഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. സ്ക്രീൻ കാണാലോ അല്ലേ? സ്ക്രീൻ ഇഷ്യൂ അല്ലെങ്കിൽ വോയിസ് ബ്രേക്ക് ചെയ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ. സോ ഇവിടെ ആയിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നെയിം, നിങ്ങളുടെ നെയിം ആദ്യം വെക്കണം. നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫുൾ നെയിം ഓക്കെ വിത്ത് ഇനീഷ്യൽ ഇവിടെ വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ അടുത്ത കാര്യമാണ് കസ്റ്റം URL. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പിന്നീട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ പ്രൈവസി സെറ്റിങ്സ് അത് വേണമെങ്കിൽ എനേബിൾ ചെയ്താൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ നമ്മൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. ലിങ്ക്ഡിനിൽ എന്താ നിങ്ങളെ വേറെ ആരും എന്താ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. ഇത് ഓൺലി പ്രൊഫഷണൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പം ഇതിനകത്തുള്ള ആൾക്കാരൊക്കെ പ്രൊഫഷണൽസ് ആണ്. അപ്പം നിങ്ങളുടെ പ്രൊഫഷണൽ സ്കില്ല് മാത്രം അവർക്ക് മതി, വേറെ ഒന്നും അവർക്ക് വേണ്ട. ഓക്കെ, അപ്പൊ ഇതൊന്നും പ്രൈവറ്റ് ആയി വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. ദെൻ ഹെഡ്ലൈൻ ആണ്. ഇനി ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ റിക്രൂട്ടർ ഇവിടെ ഉണ്ട്. അപ്പൊ ആ റിക്രൂട്ടറിന് മനസ്സിലാവണം, റിക്രൂട്ടറിന് എന്താ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടണം. അപ്പൊ അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തതുപോലെ അവര് അവരുടെ ലിങ്ക്ഡിന്റെ ഹോം പേജിൽ വന്നിട്ട് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം കാണുന്ന ആൾക്കാരെ ആയിരിക്കും മെസ്സേജ് അയക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുക. അല്ലാണ്ട് അവർ കുറേ ഇരുന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ സ്കില്ലും സം ഓഫ് ഓൾ ഓഫ് യുവർ പ്രൊഫഷണൽ ഐഡന്റിറ്റി ഇൻ എ ഷോർട്ട് ഫ്രേസ്. ഒരു ഷോർട്ട് ഫ്രേസിൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫഷണൽ ഐഡന്റിറ്റി നിങ്ങൾ വെക്കാൻ വേണ്ടി നോക്കണം. അത് എന്തും ആവാം. വിൽ ഡിഫോൾട്ട് ടു യുവർ കറന്റ് ജോബ് ഇഫ് യു ഡോണ്ട് എഡിറ്റ് ഇറ്റ്. നിങ്ങളൊരു കറന്റ് ജോബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ്പയറിംഗ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ ആസ്പയറിംഗ് സൈബർ സെക്യൂരിറ്റി എന്തൂസിയാസ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു മിനിമം 120 ക്യാരക്ടേഴ്സ് എങ്കിലും വേണമെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ എന്തൊക്കെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ദ ഏരിയ ഓഫ് സ്റ്റഡി, നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. പിന്നെ ഇന്റർമീഡിയറ്റ് കരിയർ പാത്ത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ആവണം. ഒന്നുകിൽ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ML എഞ്ചിനീയർ, AI എഞ്ചിനീയർ ഒക്കെ ആയിരിക്കാം. അപ്പം ആസ്പയറിംഗ് AI എഞ്ചിനീയർ ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഇന്റൻറ്റഡ് ആയിട്ടുള്ള കരിയർ പാത്ത്. അത് ചിലപ്പോൾ നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന ഫീൽഡ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ പ്ലേസ്ഡ് ആയി പോകുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന റിയാക്ടിലൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു എയിം സൈബർ സെക്യൂരിറ്റിയിൽ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുക. സൈബർ സെക്യൂരിറ്റി ഒക്കെ ആണെങ്കിൽ നല്ല സ്കോപ്പാണ് ഇപ്പം സൈബർ സെക്യൂരിറ്റി ഫീൽഡിലുള്ള കണക്കുകളൊക്കെ നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ നാസ്കോം റിപ്പോർട്ട്, അങ്ങനെ പല ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് എല്ലാ കമ്പനിയിലും ഒരു സെറ്റ് ഓഫ് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന് ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും. പിന്നെ നിങ്ങളിപ്പം ജോബ് നോക്കുവാണെങ്കിൽ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ജോബ്, യു ക്യാൻ പുട്ട് ജോബ് സീക്കിംഗ് എന്നുള്ളൊരു ഇത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ വേറൊരു കാര്യമാണ്, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ഒരു ഫ്രെയിം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഓപ്പൺ ടു വർക്ക് എന്നുള്ളൊരു ഫീൽഡ് ഉണ്ട്. ഇത് വേണോ ഞാൻ പറയത്തില്ല, പക്ഷെ കുറെ പേര് ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നിങ്ങളൊരു വർക്കിന് വേണ്ടി, ഒരു റോളിന് വേണ്ടി നോക്കിക്കോണം. ഇപ്പൊ ഹയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റിക്രൂട്ടർ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ വേണം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഹയറിംഗ്. ഇപ്പം ഓപ്പൺ ടു വർക്കും കുറെ പേര് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ യൂഷ്വലി പണ്ടൊക്കെ യൂസ് ചെയ്യുമായിരുന്നു, ഇപ്പം യൂസ് ചെയ്യാറില്ല. അത് വേണമെന്നില്ല, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ബെറ്റർ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഫോട്ടോ വേറെ ആരും കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ളവർ മാത്രം ഇതാക്കിയാൽ മതി. പിന്നെ ഫസ്റ്റ് ഡിഗ്രി കണക്ഷൻ നിങ്ങൾ അങ്ങോട്ട് കണക്ട് ചെയ്തു, അവര് നിങ്ങളെ തിരിച്ച് കണക്ട് ചെയ്തു, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടാൽ മതി. എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ എനേബിൾ ചെയ്യാം. പിന്നെ പ്രയോ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് വേറെ ഇത് എടുക്കാനും പറ്റും. ആഡ് ഫോട്ടോ എനിക്കിട്ട് നിങ്ങൾക്ക് വേറെ ഫോട്ടോ വെക്കാനും പറ്റും. അപ്പം ആ രീതിയിലുള്ള എഡിറ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഈ കാര്യം പറഞ്ഞത് സം ഓഫ് ഓൾ ഓഫ് യുവർ ഹെഡ്ലൈൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സെക്ഷനാണ്. ഇത്രയും സെക്ഷനാണ് നിങ്ങളുടെ ഹെഡ്ലൈൻ.
അപ്പൊ ഇതിനകത്ത് ഈ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയ ഒരു ഓവറോൾ ഐഡിയ റിക്രൂട്ടറിന് അല്ലെങ്കിൽ വേറൊരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ടീം ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് സിമിലർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ തിങ്സ് അറിയുന്ന ഒരു ആളുടെ ഒരു പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യമാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഇതുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഒരു ഇപ്പൊ ഞാൻ വെച്ചേക്കുന്ന ഞാൻ IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി ചെയറാണ്. പിന്നെ IEEE എക്സ്ട്രീമിന്റെ അംബാസിഡർ ആയിരുന്നു. ക്യാമ്പസ് ലീഡ് ടിങ്കർ ഹബിന്റെ ക്യാമ്പസ് ലീഡ് ആയിരുന്നു. ഡെവലപ്പറാണ്, കണ്ടന്റ് റൈറ്റർ ആണ്. സൈബർ സെക്യൂരിറ്റി എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ കുറച്ചറിയാം. പക്ഷെ എൻ്റെ അൾട്ടിമേറ്റ് എയിം സൈബർ സെക്യൂരിറ്റി ആണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. അപ്പം ഇത് നല്ലൊരു ഇത് എന്താ സാധനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കീ ആയിട്ടുള്ള സ്കില്ല് അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിൾ ഒന്ന് കൊടുത്തേക്കുന്ന ആസ്പയറിംഗ് എന്ന ജിയോ ഫിസിസിസ്റ്റ് കണ്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെഡ്ലൈൻ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് എക്സ്പീരിയൻസ്. അപ്പം ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെക്കാൻ വേണ്ടി പറ്റും. എക്സ്പീരിയൻസ് എവിടെയാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയാണ് എക്സ്പീരിയൻസ് വെക്കുന്നത്. എക്സ്പീരിയൻസിൽ ഇപ്പം ഫെബ്രുവരി 2024 ടു പ്രസന്റ് ഞാനിപ്പം IEEE കമ്പ്യൂട്ടർ സൊസൈറ്റിന്റെ ചെയറാണ്. IEEE എക്സ്ട്രീം അംബാസിഡർ 80.0 അംബാസിഡർ ഏപ്രിൽ 2024 ടു ഒക്ടോബർ 2024 വരെ ആയിരുന്നു. ഇന്ത്യൻ സിഡാക്ട് പിന്നെ ക്യാമ്പസ് ലീഡ് മെയ് 2023 ടു മെയ് 2024. അപ്പം ഈ കാര്യം നോക്കുന്ന സമയത്ത് ഒരു റിക്രൂട്ടറിന് അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരന് മനസ്സിലാവും അത്യാവശ്യം സ്കില്ലുണ്ട്. പിന്നെ IEEE വോളണ്ടിയർ ആണ്, ട്രഷറർ ആണ്, എല്ലാം നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു ക്ലാസ് റെപ്പ് ആണെങ്കിൽ അതിൽ കൂടി നിങ്ങൾക്ക് വെക്കാം. കാരണം ഇതൊക്കെ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ഇപ്പൊ ഇതൊക്കെ എൻ്റെ സോഫ്റ്റ് സ്കില്ലായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലീഡർഷിപ്പ് അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, വോളണ്ടിയറിങ്, അതൊക്കെ നല്ല സോഫ്റ്റ് സ്കില്ലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. പക്ഷെ ഇവന് ആൾക്കാരായിട്ട് മിണ്ടാനോ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ ഒരു ടീമിൽ നന്നായിട്ട് കൊളാബ് ചെയ്യാനോ ഒന്നും അറിയത്തില്ല. അപ്പൊ അത് നല്ലൊരു ഒരു ബാഡ് മാർക്കാണ്. അപ്പൊ നമുക്ക് ടെക്നിക്കൽ സ്കിൽ പ്ലസ് നമുക്ക് സോഫ്റ്റ് സ്കില്ല്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലുള്ള സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രൊഫഷണലി നല്ലോണം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലോണം പണിയെടുക്കും, നല്ലോണം പ്രസന്റ് ചെയ്യുന്ന ഒരാൾ അവിടെ വന്നു എന്നിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് ഒക്കെ എടുക്കാണ്ടോ, അയാൾക്ക് നല്ല പ്രൊമോഷനും കിട്ടും. അപ്പൊ നിങ്ങളുടെ വർക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണം. അപ്പൊ ആ രീതിയിലോട്ടൊക്കെ നിങ്ങൾക്ക് വരണമെങ്കിൽ ഇതുപോലെ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഇപ്പം പല ആൾക്കാരും നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിലുള്ള ഇത് കംപ്ലീറ്റ് മാനേജ് ചെയ്തത് അൽവിരായിരുന്നു. നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്, കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വരണം, വോളണ്ടിയറിങ് ചെയ്യാനും കാര്യങ്ങൾ. കാരണം ഇത് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ് സ്കിൽ നിങ്ങൾക്ക് എന്തായാലും വേണം. ഇവിടെ കണ്ടോ, ടീം ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിങ്. ഒരു ടീം എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് അറിയാം. പിന്നെ വോളണ്ടിയറിങ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ്, പിന്നെ ടെക്നിക്കൽ ആണെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ്, അതുപോലുള്ള കാര്യങ്ങൾ. ക്യാമ്പസ് ലീഡ് ആയിരുന്ന സമയത്ത് ടീം ലീഡർഷിപ്പ് ആയിരുന്നു, വോളണ്ടിയർ മാനേജ്മെന്റ്. ഇതൊക്കെ നമുക്ക് ഒരു പ്രൊജക്റ്റ് നിന്നുകൊണ്ടോ ഒരു ടെക്നിക്കൽ ഒരു സ്കിൽ അറിയുന്നുണ്ടോന്നും അറിയില്ല. ഇത് നമ്മുടെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കിട്ടുക. അപ്പം വേറെ വലിയൊരു എക്സാമ്പിൾ ആണ്, ഞാൻ ട്രഷറർ ആയിരുന്ന സമയത്ത് IEEE SP ട്രഷറർ ആയിരുന്ന സമയത്ത് മണി മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം പഠിച്ചു. അത് വലിയൊരു കാര്യമാണ് മണി മാനേജ്മെന്റ്. ഇപ്പം നമ്മുടെ അടുത്തൊരു ഇപ്പം 1.5 ലക്ഷം രൂപ എന്തോ നമ്മുടെ SP അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇവന്റ് നടക്കുവാണെങ്കിൽ എങ്ങനെ നമുക്ക് ചെറിയൊരു പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ എഫക്റ്റീവ്നെസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ നമുക്കൊരു സ്പോൺസേഴ്സിനെ കണക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം എങ്ങനെ മണി നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. ഇതെനിക്ക് ഒരു ജോബിലോട്ട് മാത്രമല്ല എൻ്റെ ലൈഫിൽ ഇത് ബെനിഫിറ്റ് ചെയ്യും. എങ്ങനെ മണി മാനേജ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യും. മണിയൊക്കെ കൊണ്ട് കളിക്കുന്ന പറയുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് മെയിൻ. അപ്പം നമ്മൾ ക്രിട്ടിക്കലായിട്ടൊരു തിങ്കിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ പറ്റണം. ഓക്കെ, വെറുതെ ഒരു ഇവന്റ് ഇവന്റിന് വേണ്ടിയിട്ട് ഇത്ര പൈസ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ എടുത്ത് കൊടുക്കുകയല്ല. അതിന്റെ ഫീസിബിലിറ്റി അത് വെച്ചിട്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എത്രത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് പോകും, എത്രത്തോളം നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ ജസ്റ്റ് സോഫ്റ്റ് സ്കില്ലിനെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞതേ ഉള്ളൂ. ടെക്നിക്കൽ സ്കിൽ പ്ലസ് സോഫ്റ്റ് സ്കില്ലിനും ഒരു നല്ലൊരു ചാൻസ്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് പൊസിഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയർ ആയിട്ട് എംപ്ലോയ്മെന്റ് ടൈപ്പ് ഫുൾ ടൈം, കമ്പനി മൈക്രോസോഫ്റ്റ്.
ഫോർ എക്സാമ്പിൾ റെഫറൻസിന് വേണ്ടി അയക്കാം. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 2023 മുതൽ ഞാൻ വർക്ക് ചെയ്യാണ്. ലൊക്കേഷൻ എവിടെ? UK US ഇരിക്കട്ടെ. ഉള്ളത് മാത്രം ചെയ്താൽ മതി. ഇപ്പം ഞാൻ വെറുതെ ഇവിടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ ഓൺ സൈറ്റ് ആണോ ഹൈബ്രിഡ് ആണോ റിമോട്ട് ആണോ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഈ ഒരു ഇതിലുണ്ടായതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിനക്ക് കിട്ടിയ സ്കിൽ എന്തൊക്കെയാണ്, അത് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഐ ലേൺഡ് എന്താ മെനി ടെക്നിക്കൽ സ്റ്റാക്സ് ഇൻക്ലൂഡിങ് AI, ML, React, and I actively involved in a real world project that for a supermarket that got a good visibility, and it helped me to enhance my knowledge in. ഇത് ഞാൻ എന്തിനാണ് ഇത്ര എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രീമിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീറൈറ്റ് വിത്ത് AI എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇവിടെ കണ്ടോ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, കുറേ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, കുറേ എഴുതുമ്പോൾ വന്ന മിസ്റ്റേക്ക് ഉണ്ട്. ഞാനിവിടെ റീറൈറ്റ് വിത്ത് AI നിൽക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയോ, ആഫ്റ്റർ ദിസ് ചേഞ്ച്, ആ ചേഞ്ച് നോക്കിയോ, കണ്ടോ കറക്റ്റ് സ്ട്രക്ചേർഡ് ആക്കിയിട്ട് AI നമുക്ക് ആക്കി തന്നു. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ റിവേർട്ട് ചെയ്യാം, പിന്നെയും റീറൈറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പോയിന്റ് ടു പോയിന്റ് ആക്കിയിട്ട് എന്താ അതെനിക്ക് സെറ്റ് ചെയ്ത് തന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ലിങ്ക്ഡിൻ പ്രീമിയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരിത്. ഇത് ഈ ഒരു സെക്ഷനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഈ ഒരു സെക്ഷനിലുണ്ട്. പിന്നെ എബൌട്ട് ഹെഡിങ് സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അവിടെ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇവിടെ കണ്ടല്ലോ റീറൈറ്റ് വിത്ത് AI എന്നുള്ളൊരു ഫീച്ചർ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രീമിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നാളെ മുതൽ നടക്കാൻ പോകുന്ന ഇവന്റ്സിൽ നിങ്ങൾ ആക്ടിവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആർക്കും അതിന്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ കോർഡിനേറ്റർ ഒന്ന് അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചാറ്റ് സെക്ഷനിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഗൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതിലൂടെ എന്തൊക്കെയാണ് പഠിച്ചത്? ഞാനിതിൽ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു, പിന്നെ ഫ്രണ്ട് ഡെവലപ്മെന്റ് പഠിച്ചു. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഇതാക്കാൻ പറ്റും. പിന്നെ മീഡിയ എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഒരു ഫ്രണ്ട് എൻഡ്, പിന്നെ അത് ഡിപ്ലോയ് ചെയ്തതിന്റെ ഒരു ഫ്രണ്ട് എൻഡ്, ഒരു സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവാർഡ് വാങ്ങിക്കുന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മീഡിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സേവ് ചെയ്യുമ്പോഴേക്കും എന്താ ഈ ഒരു എക്സ്പീരിയൻസ് കണ്ടോ, ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് വേറൊരാൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും, ഓ മൈക്രോസോഫ്റ്റിൽ എന്താ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ആളാണ്, അത്യാവശ്യം തലയുള്ള ആളാണ്, ഇപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുവാണ്, എനിക്ക് എൻഡ് ചെയ്യാനും പറ്റും, എവിടം വരെയെന്ന് എൻഡ് ചെയ്യാനും പറ്റും. അത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, April 2024 to October 2024. അപ്പം ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്കില്ല് സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പം നോക്കിയാൽ സോറി, ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഡിലീറ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ. പിന്നെ വേറെ കാര്യമാണ്, ഇതുപോലെ എക്സ്പീരിയൻസ് സെഷനിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രീമിയത്തിന്റെ ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ ഒന്നാണ്, നിങ്ങളൊരു പോസ്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതാ ഇവിടെ തന്നെ ഇവിടെ നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ എൻ്റെ ഒരു ഹെഡ്ലൈന് കൊടുത്തു, ചെയർ IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി SPC. ഇത് നോക്കുന്ന സമയത്ത് കുറെ വരയുണ്ട്. പിന്നെ കണ്ടോ, ഇതൊക്കെ മിസ്റ്റേക്ക് ആണ്. ഇപ്പോഴാണ് ഞാൻ ഇത് നോട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ കുറെ മിസ്റ്റേക്ക് ഉള്ള പോലെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ റൈറ്റ് വിത്ത് AI എന്നുള്ള ഓപ്ഷൻ ഞെക്കി. എവിടൊക്കെ ഇത് കുറെ ഇടത്ത് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് അതിന് തോന്നി, AIക്ക് തോന്നി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം മാത്രം വെച്ചാൽ മതി. എൻ്റെ ഒരു പ്രൊഫൈൽ നോക്കിയ സമയത്ത് ഈ ഒരു കാര്യം മാത്രം വെച്ചാൽ മതി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ഈ ഒരു ഫീൽഡിൽ അത് യൂസ് ചെയ്യാം. പിന്നെ വേറെ കാര്യമാണ്, നിങ്ങൾ പോസ്റ്റ് ലിങ്ക്ഡിനിൽ നിങ്ങൾ നന്നായിട്ട് പോസ്റ്റ് ബിൽഡ് ചെയ്യണം. സമയമില്ലാത്ത ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ പണ്ട് മുതലേ ആ ഒരു എന്താ
ഒരു പ്രാക്ടീസ് ചെയ്തിരുന്നു. ഓരോ ഇവന്റ് നടത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഇവന്റ് കഴിയുമ്പോഴും ഞാൻ എൻ്റെ ഫസ്റ്റ് ഇവന്റിന്റെ ഡേറ്റ് കാണിച്ചു തരാം. ഐ തിങ്ക് ഒരു 25+ പോസ്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോസ്റ്റ് എനിക്ക് തോന്നുന്നത് 2022 ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം നിങ്ങൾ പലയിടത്ത് നോക്കിയാലും മനസ്സിലാക്കും, സരിസാറൊക്കെ ആണെങ്കിലും പലരും ഒരു ഇവന്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം, ലിങ്ക്ഡിൻ ആക്റ്റീവ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് എന്താ, ഇന്റർവ്യൂവറിന്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോഴാണ്. അദ്ദേഹം അത് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വെറുതെ അല്ല എന്നുള്ള കാര്യം. അപ്പം നിങ്ങളുടെ എല്ലാ സ്കില്ലും നിങ്ങൾ ഇതുപോലെ എന്താ പോസ്റ്റ് ചെയ്തിട്ട്, നിങ്ങളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടി, NPTEL സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, 1 ഇയർ മുമ്പ് ഞാൻ ഇട്ടാണ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, ഇത്രയും നല്ല ഇടണ്ട, ശരിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷനിലൂടെ ഞാൻ എന്തൊക്കെ പഠിച്ചു, എനിക്ക് കുറെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് പഠിച്ചു, C പ്രോഗ്രാമിനെ പറ്റി കൂടുതലായിട്ടുള്ള എന്താ കുറച്ചും കൂടി കാര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി, അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ എൻ്റെ ഫസ്റ്റ് പോസ്റ്റ് ഇതാണ്, 1 ഇയർ മുമ്പേ ഞാനിട്ടൊരു സാധനമാണ് ഇത്. ഇത്രയൊന്നും അല്ല, കുറച്ച് കാര്യമായിട്ട് നിങ്ങൾക്ക് ഇടാൻ വേണ്ടി പറ്റും. അപ്പം ഇതുവരെ ഐ തിങ്ക് ഒരു 25+ പോസ്റ്റ് ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇട്ട നമ്മുടെ കോഡിഗ്നൈറ്റിന്റെ ഇതായിരുന്നു. അതിന് ശേഷവും കുറെ ഇടാനുണ്ട്. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് 4 വീക്ക് ago ആണ് ലാസ്റ്റ് പോസ്റ്റ് ഇട്ടത്. അപ്പം നിങ്ങൾ എന്ത് ഇവന്റ് ചെയ്യുവാണെങ്കിലും, അല്ലെങ്കിൽ ഏത് ഇവന്റ് അറ്റൻഡ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിലും, നിങ്ങൾ നല്ലൊരു പോസ്റ്റ് ആക്കിയിട്ട്, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സാധനം ഇത് 1 ഇയർ ഞാൻ ടിങ്കറബിൾ ബേസിക്കിൽ ലീഡ് ആയിട്ടുണ്ടായിരുന്നതിന്റെ ഒരു ഇതാണ് ഇത്. ഐ തിങ്ക് ഇതൊരു നല്ലൊരു സാധനമാണ്, നല്ലൊരു പോസ്റ്റ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് നല്ലൊരു പോസ്റ്റിൽ ഒന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റും. കാരണം ഞാൻ ഇതിൽ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൂഫ് വെച്ചു. അപ്പം പലർക്കും മനസ്സിലാകുന്നത് ഞാൻ ചിലപ്പോൾ തള്ളുവാണ്, വെറുതെ പറയണം. അപ്പോൾ അവർക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കാം, നോക്കിയിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്ന് നോക്കാം. പിന്നെ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീം മെമ്പേഴ്സിനൊക്കെ ഞാൻ മെൻഷൻ ചെയ്ത സമയത്ത് എൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും റീച്ച് കിട്ടി, 67+ റീച്ച് കിട്ടിയതിന്റെ കാരണം ഇത്രയും പേര് ഇതില് ഏകദേശം റീപോസ്റ്റ് ചെയ്തില്ലാന്ന് തോന്നുന്നു. റീപോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മെൻഷൻ ചെയ്തവർക്ക് റീപോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് ആ സാധനം കിട്ടുന്ന വഴി അവരെന്റെ പോസ്റ്റിൽ കമന്റ് ചെയ്യും, അവരുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ കണക്ഷനിലൊക്കെ ഈ പറയുന്ന ഇത് പോകും, ഈ പോസ്റ്റ് പോകും. അപ്പൊ അവർ ലൈക്ക് ഇടുന്ന വഴി അവരുടെ കണക്ഷനിലും സിമിലർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന മെസ്സേജ് പോകും. അവർക്ക് കാണുന്ന ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശ്രേയാസ് ലൈക്ക് യുവർ പോസ്റ്റ് എന്ന് കാണുന്ന സമയത്ത് അവർക്കും കൂടി ആ ഒരു ഇത് പോകും. കാരണം ശ്രേയാസിന്റെ ഫോളോവർ ആണ് എന്താ അഭിജിത്തിന് മനസ്സിലായി ശ്രേയാസ് എന്റെ പോസ്റ്റിന് ലൈക്ക് ഇട്ടു. ഇതൊരു ഗ്രാഫ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ലിങ്ക്ഡിനിൽ മാക്സിമം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളൊരു പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു ടീമായിട്ട് ചെയ്ത പ്രൊജക്റ്റ് ആണെങ്കിൽ എല്ലാവരെയും മെൻഷൻ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിൽ ഞാൻ എൻ്റെ സീനിയേഴ്സിനൊക്കെ മെൻഷൻ ചെയ്തിരുന്നു, കാരണം അവർ വഴിയാണ് ടിങ്കറപ്പിനെ പറ്റി അറിയാൻ പറ്റുക. പിന്നെ എന്താ വരാൻ പോകുന്ന ജൂനിയേഴ്സ് മെമ്പേഴ്സ് ആണ് ശ്രീനിധി, ശിവാനന്ദ്, അവരൊക്കെ മെൻഷൻ ചെയ്തു. അപ്പം എന്താ അവർക്കും ഒരു ഇത് ലൈക്ക് ഇതിന്റെ കമന്റ് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇവര് കമന്റ് ഇട്ട വഴി ഇതൊക്കെ ഇപ്പം നബീലൊക്കെ ആണെങ്കിൽ ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്ത് ലൈക്ക് ഫോർത്ത് ഇയർ ആയിരുന്നു നമ്മുടെ കോളേജിൽ. അപ്പം ബ്രോ ഇപ്പൊ എവിടെ ജപ്പാനിലാണ് വർക്ക് ചെയ്യുന്നത്. ജപ്പാനിലാണോ? ഈ പിരമിഡൊക്കെ ഉള്ള എവിടെയാ? ആ ഭാഗത്ത് ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. എന്തായാലും ഈ ചേട്ടൻ നമുക്ക് ഒരു സെഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവറ്റിന്റെ പാർട്ടായിട്ട്. പിന്നെ ഇങ്ങനെ ഇവര് ചെയ്യുന്നത് വഴി ഇപ്പം എന്താ എന്റെ പോസ്റ്റിന് നബീലിന്റെ ഫോളോവേഴ്സും കൂടി വന്ന് നോക്കുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അവർക്ക് എന്താ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കണം. ഇത് വെറുതെ എന്താ ഇതിൽ കാണുന്ന പോലെയല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെയല്ല, കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കൊടുക്കണം. അപ്പം അത് എന്താ മറ്റുള്ള പല പ്രൊഫഷണൽസും നിങ്ങളുടെ ഈ കമന്റ് കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എന്താ നല്ലൊരു ഇതുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. പിന്നെ കണ്ടോ ശ്രീനിവാസ് പൈ ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എന്താ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഗൈഡൻസ്, അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയതെന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ചാറ്റ് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. എപ്പോഴും ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ റിലേറ്റഡ് പോസ്റ്റ് ഒക്കെ കണ്ടു. ഇത് കോഡിഗ്നൈറ്റിന്റെ സമയത്ത് ചെയ്ത പോസ്റ്റ്. ഇതിന് ഏകദേശം ഒരു 75+ റീച്ച് ചെയ്തിട്ടുണ്ട്.
ഗൈസ്, ഇതാണ് ഉള്ളതിൽ കുറച്ചെങ്കിലും ഇംപ്രഷൻ കിട്ടിയിട്ടുള്ള 3500+ ഇംപ്രഷൻ ഈ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. IEEE എക്സ്ട്രീമിന്റെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഇവന്റിന്റെ അംബാസഡർഷിപ്പ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഇത് കിട്ടിയത്. സെലക്ട് ആയി എന്നുള്ള രീതിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, എൻ്റെ സ്റ്റുഡൻറ് ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും, ഇതിൽ ഒരു മോർ ദാൻ 50% ഞാൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു. വെറുതെ തള്ളിയിട്ട് കാര്യമില്ല, തള്ളാം നമുക്ക്. പക്ഷെ അത് കുറച്ച് നിങ്ങൾ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാം. അതിന്റെ ഒരു ഇപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം ഞാൻ ഇത്രയും ചെയ്തു, പിന്നീട് ഞാൻ ചിന്തിച്ച് ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് ഞാനൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതൊരു ഇതാണ്. വെറുതെ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് നമ്മളൊരു പ്രൊഫഷണലിസം. ഇപ്പം ഞാനൊരു റോളിലാണെങ്കിൽ ഇപ്പം എനിക്ക് ആ റോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ സൊസൈറ്റിന്റെ ചെയറാണ്. അപ്പം എനിക്കിപ്പോഴും തോന്നുന്നു ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ മതിയായോ, ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, എൻ്റെ ഈ റോളിന് ഇനിയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടോ, ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങളും ഫ്യൂച്ചറിൽ ലീഡർഷിപ്പ് സ്കിൽ എടുക്കുന്ന സമയത്ത് വരണം. അല്ലാണ്ട് ഇത് ആർക്കോ വേണ്ടി ചെയ്യുന്നു, എന്തിനോ വേണ്ടി ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരു തോട്ട് ഒരിക്കലും വരില്ല. അത് കുറച്ച് പേർക്ക് ആ ഒരു ഞാൻ കണ്ടു, കുറച്ച് പേര്. അപ്പം സ്റ്റിൽ ഐ ലവ് വോളണ്ടിയറിങ്. എനിക്ക് വോളണ്ടിയറിങ് ഇപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഫൈനൽ ഇയർ ആയിട്ട് ഞാൻ ഓരോ സെഷൻ എടുക്കാൻ ഇപ്പോഴും കമ്പ്യൂട്ടർ സൊസൈറ്റി മെമ്പർഷിപ്പ് റിന്യൂ ചെയ്ത് തന്നെ ഈ ഒരു എഫോർട്ട് എല്ലാം എടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് എല്ലാവരും നിങ്ങളുടെ ഫ്യൂച്ചർ ഇവൻസിലും കാണിക്കണം. ഞാനിത് കാണിച്ചത് എങ്ങനെ ഒരു പോസ്റ്റ് ഇതാക്കുന്നത് വെച്ചാൽ, ഇനിയിപ്പോൾ എങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ക്രിയേറ്റ് എ പോസ്റ്റ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കേൾക്കുന്നില്ല. സോ ഇത് ഞാൻ നേരത്തെ വെച്ച അതേ സാധനമാണ്. നേരത്തെ ഞാൻ ഒരു എക്സ്പീരിയൻസ് വെച്ചപ്പം ഇത് വെച്ചില്ലേ, കണ്ടന്റ് പോലെ വെച്ചില്ലേ, ഇത് ഞാൻ കണ്ട് ഇവിടെ റീറൈറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ കുറച്ചും കൂടി പോസ്റ്റിന് വേണ്ടിയിട്ട് recently we had honored to participate അല്ല, as an intern in Microsoft ലണ്ടൻ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതെന്ന് കൊടുത്താണ്. ഞാൻ റീറൈറ്റ് ചെയ്യുമ്പം അതിനുശേഷം വരുന്ന മാറ്റം നോക്കാം. കണ്ടോ, കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് വീഡിയോസ് ടെക്നിക്കൽ ടാസ്കിംഗ് ആൻഡ് റിയാക്ട് actively participate in real-world project for supermarket that generated and that gained visibility, and this experience greatly contributed to enhancing my knowledge in AI. ഞാൻ എന്തുകൊണ്ടാണ് ഇത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് AI ഇവിടെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീഡിയ നിങ്ങൾക്ക് ഫയലിൽ നിന്ന് എടുക്കാൻ പറ്റും. കുറച്ച് ആൾക്കാർ അത് മോറാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. കുറേ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഫോട്ടോസ് നോക്കാൻ വേണ്ടി നിൽക്കില്ല. പക്ഷെ ഫോട്ടോസ് ആണ് എനി ടൈം നല്ലത്. കാരണം PDF ആരും എല്ലാ പേജൊന്നും നോക്കാൻ നിൽക്കില്ല. ഫോട്ടോ ആകുമ്പോൾ ഒരു 5 ഫോട്ടോ വരെ നമുക്ക് ഒരു പോസ്റ്റിന്റെ അടിയിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫോട്ടോ ആയിട്ട് തന്നെ നിങ്ങൾ വെച്ചാൽ മതി. അപ്പം വെറുതെ കാണുന്ന ഫോട്ടോ എന്നല്ല, നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് കാണുന്ന പോസ്റ്റ്, ലൈക്ക് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് കാണുന്ന ഫോട്ടോസ്. ഇപ്പോൾ ഒരു പ്രസന്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുള്ള മാത്രം, നിങ്ങളുടെ പാർട്ട് എന്താണ് അത് മാത്രം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ലിങ്ക്ഡിൻ അക്കൗണ്ട് നിങ്ങളുടെയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കില്ല് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാത്രം മാക്സിമം ആ ഒരു നിങ്ങളുടെ ലിങ്കിന്റെ പ്രൊഫൈല് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. മറ്റുള്ളവരെ മെൻഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ പറയേണ്ടത്. ഇങ്ങനെയാണ് നമ്മളൊരു പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞു ഞാനൊരു മീഡിയയും കൂടി ഞാൻ സെലക്ട് ചെയ്യുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു മീഡിയ ഞാൻ സെലക്ട് ചെയ്തു, റീറൈറ്റ് ചെയ്തിരുന്നു. ദെൻ പ്ലസ് എത്ര ഇമേജ് വേണമെങ്കിൽ എനിക്ക് ഇടാൻ പറ്റും. എന്നിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പോസ്റ്റ് ആയിട്ട് പോകും. ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ അല്ലെങ്കിൽ എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. എനിക്കിപ്പം 15 നാളെ വെനസ്ഡേ ഒരു 8:30 PM വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് ഡിസ്കാർഡ് ചെയ്യുന്നു. ഓക്കെ,
എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്നത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ടിവിറ്റിയിൽ ക്രിയേറ്റ് എ പോസ്റ്റ് ഞെക്കി കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പോസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ എക്സ്പീരിയൻസ് സെക്ഷൻ, പിന്നെ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് എഡ്യൂക്കേഷൻ സെക്ഷൻ. ഇപ്പം ഞാനതെല്ലാം ഫില്ല് ചെയ്തിട്ടില്ല. സ്കൂളിങ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. ഇപ്പം ഞാൻ എവിടെ മുതലാണ് ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ ഞാൻ APJ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി അന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബിടെക് ആണ് ഞാൻ പഠിക്കുന്നത്. എപ്പോഴാണ് ജോയിൻ ചെയ്തത് 2021 ഇതിന്റെ കോഴ്സ് തീരുന്നത് ജൂൺ 2025 ആണ്. ജൂൺ അല്ല, മാർച്ചിൽ തീരും. ഇനി അറൗണ്ട് ഒരു 1-2 മന്ത്സേ നമ്മൾ ഉണ്ടാവുള്ളൂ, SIT കോളേജിൽ ഉണ്ടാവുള്ളൂ. പിന്നെ കിട്ടിയ ഗ്രേഡ് ഇവിടെ എഴുതാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സൊസൈറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് പറയാം. അത് ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കോളേജ് പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ സ്കിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മീഡിയാസ് ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ സെറ്റ് ആവും. ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് കണ്ടോ, എനിക്ക് ലിങ്ക്ഡിൻ കുറച്ച് പേരെ സജസ്റ്റ് ചെയ്ത് തന്നു. ഞാൻ അവരെ വേണമെങ്കിൽ കണക്ട് ചെയ്തോ. ഇത് ഇവരും KTU പഠിച്ചിപ്പം ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. ഇതാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ അമൽജ്യോതി കോളേജിൽ. കണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KTU എന്നുള്ളൊരു ഒറ്റ ടാഗ് കണ്ടോണ്ടാ. അപ്പൊ അത്രയും പവർഫുൾ ആണ് നമ്മുടെ ലിങ്ക്ഡിൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ ആക്കി വെക്കണം. അത്രയ്ക്കും പവർഫുൾ ആണ്. നിങ്ങളുടെ പ്രൊഫൈൽ എവിടെ വേണമെങ്കിലും എത്തും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇപ്പം ജോബ് എങ്ങനെ സെർച്ച് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് എൻ്റെ PPT കഴിഞ്ഞു നോക്കട്ടെ. എക്സ്പീരിയൻസ് മനസ്സിലായി വിശ്വസിക്കുന്ന എഡ്യൂക്കേഷൻ, പിന്നെ വോളണ്ടിയർ എക്സ്പീരിയൻസ്. വോളണ്ടിയർ എക്സ്പീരിയൻസും വലിയൊരു കാര്യമാണ്. ഇപ്പം പലരും വോളണ്ടിയറിങ്ങിന് വേണ്ടി ഇറങ്ങാറില്ല. അതിന്റെ കാര്യം എന്താ കോളേജ് ക്ലാസ് കട്ടാവും, അല്ലെങ്കിൽ ലാബ് കട്ടാവും, എന്നൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ കുറെ ക്ലാസ് കട്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറച്ചൊക്കെ നിങ്ങൾ വോളണ്ടിയറിങ് ചെയ്യണം. കാരണം നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ ജൂനിയേഴ്സിനും ആ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം നമ്മളിൽ കുറച്ച് പേര് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലുള്ള ഇവന്റ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീരീസിന് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സാധനവും നമുക്കൊരു ഗൈഡൻസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വന്നൂടാ എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പർട്ടിക്കുലർലി ഞാൻ ഇത്രയും ഇമ്പോർട്ട് എടുത്ത് ഓരോ ഇവന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സെക്കൻഡ് ഇയർ തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഓരോ ഇവന്റ്സിലൊക്കെ ഇൻവോൾവ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ അത് ചെയ്യണം. നിങ്ങളുടെ ജൂനിയേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താ? ഇതുപോലുള്ള വോളണ്ടിയറിംഗ് ആക്ടിവിറ്റി ചെയ്യുക, ഇതുപോലുള്ളൊരു ലീഡർഷിപ്പ് സ്കിൽ എടുക്കുക, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുക, മറ്റുള്ളവരെ ലീഡ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേര് പെട്ടെന്നൊന്നും ഈ കോളേജിൽ നിന്ന് ഇതായി പോകത്തില്ല, ഫെയ്ഡായി പോകത്തില്ല. മറ്റേ എന്താ ജേക്കബ് ജോർജ് അല്ലേ, കുറച്ച് നൈറ്റുള്ളിലൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഓർമ്മയുണ്ട് എന്നുള്ള ഇത് വരും. നിങ്ങൾക്ക് തന്നെ അതൊരു പ്രൗഡാണ്. ഫ്യൂച്ചറിൽ നിങ്ങളൊരു ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ പണ്ട് വന്ന വഴികൾ അതെനിക്ക് എത്രത്തോളം എൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് അതായിരിക്കും നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്. വേറെ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് കിട്ടിയ CGPA ആരും നോക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ അവാർഡ്, അതൊക്കെ മാറ്റർ ആണ്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് നോക്കണം. വോളണ്ടിയറിംഗ് ഒക്കെ നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യണം. ഇപ്പൊ കുറെ പേര് നമുക്കുണ്ട്, 60 അറൗണ്ട് സ്റ്റുഡൻസ് ഇപ്പോഴും നമുക്ക് ഓരോ ഇവന്റ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിലുണ്ട്. ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്ററിന് നമ്പർ അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, സോ അടുത്ത കാര്യം പറയാം. എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വോളണ്ടിയറിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാനിതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ലൈക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പോലെ അത് കൊടുക്കാം. ഞാനത് എക്സ്പീരിയൻസ് പോലെ കൊടുത്തിട്ടുള്ളത്. എക്സ്പീരിയൻസ് പോലെയും കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഹെഡ്ലൈനിലും അത് കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് പോലെ കൊടുക്കുന്ന സമയത്തും എന്തൊക്കെ ഇപ്പൊ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ, ആസ് എ ചെയർപേഴ്സൺ ഓഫ് LGC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. CSSPC തുടങ്ങുന്ന സമയത്ത് ഒരു ഇനാക്റ്റീവ് ഗ്രൂപ്പ് ആയിരുന്നു, 7 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു. ആഫ്റ്റർ മൈ ലീഡർഷിപ്പ് അതൊരു നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ഞാൻ മാറ്റിയെടുത്തു എന്ന് പറയുന്നത് എനിക്ക് വിത്ത് പ്രൂഫ് അവരെ കാണിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാനത് എക്സ്പീരിയൻസ് പോലെ വെച്ചു. പിന്നെ വോളണ്ടിയർ എക്സ്പീരിയൻസ് വെക്കുന്നത് നല്ലതാണ്. വോളണ്ടിയറിംഗ് മാത്രമല്ല എക്സ്പീരിയൻസ്. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനി വർക്ക് ചെയ്തതാണെങ്കിൽ ഒരു 2 ഇയേഴ്സ് ഒരു കമ്പനി വർക്ക് ചെയ്തു, ലൈക്ക് ഒരു ഫേസ്ബുക്കിൽ നിങ്ങൾ വർക്ക് ചെയ്തു. ഫേസ്ബുക്കിൽ നിങ്ങൾ ക്യാപ്ഷൻ ജനറേഷൻ, ഓഡിയോന് ക്യാപ്ഷൻ ജനറേഷൻ, അല്ലെങ്കിൽ സൂമിൽ വർക്ക് ചെയ്യുന്ന വിചാരിക്കുക. സൂമിൽ ഓഡിയോക്ക് ക്യാപ്ഷൻ ജനറേഷൻ എന്നുള്ളൊരു ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തു.
അപ്പം അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഞാൻ ഒരു വർഷം കൊണ്ട് സൂമിൽ വർക്ക് ചെയ്ത വഴി ഈ ഒരു ഏരിയയിൽ എനിക്ക് എക്സ്പെർട്ടൈസ് കിട്ടി, AML ഒക്കെ എനിക്ക് കുറച്ചും കൂടി ഇറങ്ങി കളിക്കാൻ പറ്റി എന്നൊക്കെ നിങ്ങൾക്ക് പറയുന്നത് വഴി പിന്നീട് ഇതിനേക്കാളും വലിയൊരു കമ്പനിക്ക് മനസ്സിലായി, ഫേസ്ബുക്കിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്, ചെയ്ത പ്രൊജക്ട് അതൊരു ഡീസന്റ് പ്രൊജക്റ്റ് ആണ്, അപ്പം ഇദ്ദേഹം നമ്മുടെ ജോബിന് ബെസ്റ്റ് ഫിറ്റ് ആണ് എന്ന് മനസ്സിലാവും. എങ്ങനെ? ത്രൂ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴിയല്ല, നിങ്ങൾ IIT പഠിച്ചോണ്ടല്ല, NIT പഠിച്ചോണ്ടല്ല, ഓൺലി ത്രൂ യുവർ ലിങ്ക്ഡിനിലുള്ള ആക്ടിവിറ്റി, ലിങ്ക്ഡിനിലുള്ള പോസ്റ്റും കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും യു ആർ എ ബെസ്റ്റ് സ്റ്റുഡന്റ്, അല്ലെങ്കിൽ യു ആർ ബെസ്റ്റ് ഫിറ്റ് ഫോർ ദിസ് റോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ തന്നെ പലരും ഉണ്ടാവും, വലുതാകുമ്പം മറ്റേ നല്ല നല്ല റോളിലൊക്കെ കയറിയിട്ടുള്ള ആൾക്കാർ. അപ്പം അവരും ഈ ഒരു ലിങ്ക്ഡിൻ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ചെയ്തുകൊണ്ട് ആയിരിക്കാം നിങ്ങളും ആ ഒരു റോളിലോട്ടൊക്കെ എത്തുന്നത്. പിന്നെ നമുക്ക് പറ്റുന്ന വെച്ചുമ്പോൾ മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം അപ്ലൈ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ബെസ്റ്റ് ചെയ്യുക. പിന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും. വിത്ത് ഗോഡ്സ് ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദെൻ സ്കിൽസ് ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ സ്കില്ലുണ്ട്, സോഫ്റ്റ് സ്കില്ലുണ്ട്. ടെക്നിക്കൽ സ്കില്ലാണ് ഇപ്പോൾ HTML, CSS, റിയാക്ട്, വെബ് ഡെവലപ്മെന്റ് സ്കില്ല്, AI സ്കില്ല്, സൈബർ സെക്യൂരിറ്റി സ്കില്ല്, അതൊക്കെ നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ലായിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. പിന്നെ സോഫ്റ്റ് സ്കില്ല് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ടീം ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ്, വോളണ്ടിയറിങ്, അതൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അക്കംപ്ലിഷ്മെന്റ്, നിങ്ങൾ എന്തെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കോഴ്സ്, വേറെ ഒരു കോഴ്സല്ല, കോഴ്സറയിലെ കോഴ്സൊന്നുമല്ല, കുറച്ചും കൂടി വലിയ കോഴ്സ്, IIT പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ഞാൻ സബ്മിറ്റ് ചെയ്തു, അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും അച്ചീവ്മെന്റ്, ലൈക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇവന്റിൽ ഫസ്റ്റ് അടിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 50K ക്യാഷ് അവാർഡ് കിട്ടിയ ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ, 50K അല്ല, ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അതൊരു അവാർഡ് കിട്ടിയ പ്രൊജക്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത പ്രൊജക്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ IEEE നിങ്ങളൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ IEEE ഒരു പ്രൊജക്ട് കോൺടെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഗ്രാൻഡ് അവാർഡ് നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ ലീഡർഷിപ്പിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലിലൂടെ, അതൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതൊക്കെ നല്ല പോയിന്റ് ആണ്. കാരണം ഈ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പോയിന്റ് ഇല്ലാണ്ട് ഒരു കാര്യമില്ല. ഇപ്പം പ്ലേസ്മെന്റ് തുടങ്ങുമ്പോഴാണ് പലരും ഞങ്ങളുടെ ക്ലാസ്സിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. കാരണം നേരത്തെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചവർക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കാണിക്കാൻ കുറച്ച് പ്രൂഫ് ഉണ്ട്. ഇവർക്കാണെങ്കിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ പറയാൻ കാര്യങ്ങളുണ്ട്, പക്ഷെ പ്രോപ്പർ ടൈമിൽ അവർ ഡോക്യുമെന്റ് ചെയ്യാത്തതുകൊണ്ട്, പ്രോപ്പർ ടൈമിൽ അത് പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അത് പറയാൻ പറ്റിയില്ല. അപ്പം ഇപ്പോഴേ നിങ്ങൾ അത് ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും അത് ബെനിഫിറ്റ്, ഇന്റർവ്യൂ ടൈമിൽ അതെന്തായാലും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവും. പിന്നെ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊജക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും അടിയില്ല, എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് പ്രൊജക്ട് സെക്ഷൻ. ഇപ്പം ഞാൻ 2 മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ, കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അത് ചെയ്യണം. പിന്നെ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സിമ്പിൾ യു ആണ്. പ്ലസ് ക്ലിക്ക് ചെയ്യുക, പിന്നെ എന്ത് പ്രൊജക്റ്റ് ആയിരുന്നു അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ ഞാൻ ജസ്റ്റ് പറയാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. പ്രൊജക്ട് നെയിം ഇപ്പം റിയൽ വേൾഡ് ഓഡിയോ ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് കൺവേർഷൻ, നല്ലൊരു പ്രൊജക്റ്റാണ്. പിന്നെ ഈ സ്കില്ലോട് നീ എന്തെല്ലാം പഠിച്ചു, പ്രൊജക്ട് മാനേജ്മെന്റ്, HTML, CSS, AI, ML, അതൊക്കെ പഠിച്ചു. പിന്നെ മീഡിയ സപ്പോർട്ടഡ് ഡോക്യുമെന്റ്സ് എന്നിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ്, നിങ്ങളുടെ പ്രൊജക്ടിന്റെ ഫ്രണ്ട് എൻഡ്, എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, പേറ്റന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട്, അതൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പം വരെയാണ് വർക്ക് ചെയ്തതെന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റാർട്ട് ഡേറ്റ് എനിക്ക് ജൂൺ 2023 ആണെങ്കിൽ എൻഡ് ഡേറ്റ് മെയ് 2024 വരെ, ഒരു വർഷം കൊണ്ടാണ് ഞാൻ ആ പ്രൊജക്ട് ചെയ്തത്. ഏതൊക്കെ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവരുടെ പേര് എനിക്ക് കൊടുക്കാൻ പറ്റും. അസോസിയേഷൻ വിത്ത് എന്ത് റോളിലാണോ ഞാൻ ആ പ്രൊജക്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ ചെയർപേഴ്സൺ ആയതുകൊണ്ടാണ് ആ ഒരു പ്രൊജക്ട് ചെയ്ത് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അംബാസിഡർ ആയിട്ടാണ് അത് ചെയ്തെങ്കിൽ, ഇന്റേൺ ആയതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എന്തുമായിട്ട് അസോസിയേറ്റ് ആണ് നിങ്ങൾ ആ ഇവന്റ് ഈ ഒരു പ്രൊജക്ട് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് സേവ് അടിക്കുമ്പോഴേക്കും ആ സാധനം പബ്ലിഷ് ആവും. അങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്ട് ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിൽസും നിങ്ങൾക്ക് ഉള്ള സ്കില്ലൊക്കെ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ 1 മിനിറ്റ്
ഗ്രേസ് ഓക്കെ, ചെറിയൊരു ടോക്ക് വന്നതുകൊണ്ട്. സോ എന്താ പറഞ്ഞത്, ലാസ്റ്റ് എഡ്യൂക്കേഷൻ ആണോ? പ്രൊജക്ട് അതുപോലെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ സ്കിൽസ്, നിങ്ങൾക്കുള്ള സ്കിൽസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. പിന്നെ വേറെ സാധനമാണ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എൻറോൾസ്മെന്റ്. ഇപ്പം നിങ്ങളൊരു സ്കില്ല് നിങ്ങൾ ഇട്ട് കഴിഞ്ഞു, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ വോളണ്ടിയർ ലീഡർഷിപ്പ് എന്നുള്ള സ്കില്ല് എനിക്കുണ്ട് എന്നുള്ളൊരു മെസ്സേജ് എന്നുള്ളൊരു സ്കില്ല് ഞാൻ സ്കിൽ സെക്ഷനിൽ ഇട്ടു. അപ്പൊ ഈ എൻറോൾസ്മെന്റ് എന്നുള്ള സാധനം കണ്ടോ, അതെന്താണെന്നറിയോ? നിങ്ങളും കൂടി നിങ്ങൾക്ക് പറ, അതെന്താണെന്നറിയോ? കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകും, കാരണം കുറച്ച് ടൈമായി നമുക്ക്. എൻറോൾസ്മെന്റിന്റെ അർത്ഥം എന്താ? എൻറോസ്ഡ്. ഓക്കെ, ഞാൻ പറയാം. എൻറോസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വോളണ്ടിയറിങ് നന്നായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സ്കിൽ എനിക്കുണ്ട് എന്ന് വേറൊരാൾ എൻറോസ് ചെയ്യാണ്, വേറൊരാൾ പറയാണ്, വേറൊരാൾ എന്താ അപ്രൂവ് ചെയ്യുകയാണ് ഞാനൊരു എന്താ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ സോറി ഞാനൊരു വോളണ്ടിയറിങ് നല്ലതായിട്ടുള്ള ആളാണ്. ഇപ്പം എൻ്റെ പോസ്റ്റ് ആണെങ്കിൽ പ്രതി എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ, ഇപ്പൊ ഇവന്റെ പ്രൊഫൈലും കൂടി ഞാൻ കാണിച്ചു തരുന്ന നല്ലൊരു പ്രൊഫൈലാണ്, പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതിനൊരു ഇൻട്രസ്റ്റ്മെന്റ് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഒരു ഇതാണെങ്കിലും ഇതും അവൻ എനിക്ക് എൻറോസ് ചെയ്ത് തന്നു. അതുപോലെ പല ആൾക്കാർക്കും എന്താ എൻറോസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഒരു സ്കില്ലുണ്ട് എന്നുള്ളതിന് ഒരു എന്താ വേറൊരാൾ പറയുവാണ്, ശരിയാ നീ പറഞ്ഞത് ശരിയാ, നിനക്ക് ആ ഒരു സ്കില്ലുണ്ട് പറയാ, അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ റെക്കമെൻഡേഷൻ, എനിക്ക് റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിങ്കറപ്പിന്റെ കോ ഫൗണ്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ പോസ്റ്റ് കണ്ടിട്ട്, ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് കാണിച്ചല്ലോ ടിങ്കറപ്പിന്റെ, അത് കണ്ടപ്പം ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്തതാണ് ഈ സാധനം. അപ്പൊ ഇതെനിക്ക് വളരെ എന്താ ഒരു അച്ചീവ്മെന്റ് പോലെ തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ വേറൊരാളുടെ അടുത്ത് നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമല്ല, മൂസ മെഹർ എന്നുള്ള ടിങ്കറപ്പിന്റെ സിഒ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ ക്യാമ്പസ് ലീഡ് ആയതുകൊണ്ട് ഞാൻ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ എൻ്റെ കോളേജിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെ മറ്റൊരു വലിയ ആള് നിങ്ങളുടെ സാധനത്തിന് എന്താ എൻറോസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ മാത്രമല്ല ബിൽഡ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഫൈല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ആൾക്കാരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പോട്ട് പോലെ. സോ ഇനി അടുത്ത് അക്കംപ്ലിഷ്മെന്റ് ഓൾറെഡി പറഞ്ഞു, റെക്കമെൻഡേഷൻ പറഞ്ഞു, പിന്നെ എബൌട്ട് സമ്മറി. എബൌട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അല്ല പറഞ്ഞില്ല തോന്നുന്നു, ഹെഡ്ലൈനെ പറഞ്ഞല്ലോ. സോ എബൌട്ടിനെ പറ്റി ജസ്റ്റ് എന്ന് പറയാം, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വാട്ട് യു ഹാവ് ഡൺ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്താണ് നിങ്ങൾ ഇപ്പം ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അതൊരു മിനിമം ഒരു 2000 ക്യാരക്ടർ ഉള്ളത് നല്ലതാണ്. ലൈക്ക് എന്താ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്, എവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടല്ല, നിങ്ങളുടെ ഒരു എബൌട്ടാണ്, നിങ്ങളെ പറ്റി ഒരു അവലോകനമാണ് നിങ്ങൾ നിങ്ങളുടെ ലിങ്കിൽ ഇടാൻ പോകുന്നത്. അപ്പൊ നല്ലൊരു രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഷോർട്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. നിങ്ങൾ എന്താണ് ഇപ്പം ചെയ്യുന്നുള്ള കാര്യം, ലൈക്ക് നിങ്ങളിപ്പം പഠിക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇനി റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അത്, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, ലൈക്ക് പ്രൊഫഷണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം, വാട്ട് യു വാണ്ട് ടു ഡു, എന്താവണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ. പിന്നെ നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെന്റ്, അല്ലെങ്കിൽ മേക്ക് ടു ഇൻക്ലൂഡ് കീവേഡ്സ് ഓർ കോർ കോമ്പിറ്റൻസീസ്, അല്ലെങ്കിൽ എന്നാ നിങ്ങളുടെ കീ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു വോളണ്ടിയർ ആണ് എന്ന് എനിക്ക് 100% ഷുവറിൽ എനിക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ഞാൻ ലീഡർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ഡെവലപ്പർ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റണം. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എബൌട്ട് സെക്ഷനിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. കാരണം ഒരു റിക്രൂട്ടർ നോക്കുന്ന സമയത്ത് അവര് നിങ്ങളുടെ ഹെഡ്ലൈനും വായിക്കും, എബൌട്ടും വായിക്കും. അതാണ് ആദ്യമായിട്ട് അവർക്ക് കാണാം. നിങ്ങളുടെ ഇമേജ് കാണും, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണും, ഹെഡ്ലൈൻ കാണും, എബൌട്ടും കാണും. അപ്പൊ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ കോർ കോമ്പറ്റൻസി മീൻസ് സോഫ്റ്റ് സ്കില്ലാണ്. ആക്റ്റീവ് ലിസണിങ് ഞാൻ പറഞ്ഞല്ലോ, കൊളാബറേഷൻ, ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ്, ടീം വർക്ക്, അതൊക്കെ സോഫ്റ്റ് സ്കില്ലാണ്. പിന്നെ ഇനി ക്രിയേറ്റ് യുവർ ലിങ്ക്ഡിൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹൗ ടു യൂസ് ലിങ്ക്ഡിൻ ടു ബി മോർ വിസിബിൾ. നിങ്ങളുടെ ലിങ്ക്ഡിൻ ഇപ്പം കുറേ പേർക്ക് വിസിബിൾ ആവണം, അത് എന്തായാലും വേണം. ഇപ്പം എന്താ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, പലരും എന്താ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തെന്ന് അറിയണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ്. അങ്ങനെയൊന്നും നിങ്ങൾ ലിങ്ക്ഡിനിൽ വാശി പിടിച്ചിരിക്കില്ല. ലിങ്ക്ഡിൻ മെയിൻ ആയിട്ട് നെറ്റ്വർക്കിംഗ് ആൻഡ് ടു ഷോക്കേസ് യുവർ സെൽഫ്, നിങ്ങളുടെ സ്കിൽസ് എന്താ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് മോർ വിസിബിൾ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പോസ്റ്റിന് നിങ്ങൾ
മറ്റുള്ളവരുടെ പോസ്റ്റിന് നിങ്ങൾ എന്താ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്തത് വഴി നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ ഫോളോവേഴ്സും കാണുവാണ്. ഇപ്പം എ എന്നുള്ളൊരു പേഴ്സണ് ഒരു പോസ്റ്റ് എഴുതി, ഏതുള്ളൊരു പേഴ്സൺ ഒരു പോസ്റ്റ് എഴുതി, ഓക്കെ ശരി, എ എന്നുള്ളൊരു പേഴ്സൺ ഒരു പോസ്റ്റ് എഴുതി. അപ്പൊ ബി എന്നുള്ള ആള് അതിനകത്ത് കമന്റ് ചെയ്തെങ്കിൽ ബിന്റെ ഫോളോവേഴ്സിനും മനസ്സിലാവും നീ എന്ത് ചെയ്തു, എന്റെ പോസ്റ്റിന് കമന്റ് ചെയ്തു. അപ്പം എന്താ എന്റെ പോസ്റ്റിന് കുറച്ചും കൂടി റീച്ച് കിട്ടി. എങ്ങനെ ബീന്റെ ആൾ അതൊന്ന് കണ്ടു, ചിലപ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അത് ലൈക്ക് ഇടും. ഓക്കെ, അതുവഴി ഈ എന്റെ പോസ്റ്റ് എന്താ വിസിബിൾ ആവും. പിന്നെ നിങ്ങൾ കമന്റ് ഇടുന്നത് വഴി എന്റെ ഫോളോവേഴ്സിനും എന്ത് കാര്യം മനസ്സിലാവും, ബീന്റെ ആള് കമന്റ് ചെയ്തു, അപ്പൊ ബി ആരാണെന്ന് നോക്കാനുള്ള ഒരു ഇത് എന്റെ ഫോളോവേഴ്സിന് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുന്നത് വഴി എന്റെ ഫോളോവേഴ്സിനെയും കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ അതുവഴി നിങ്ങളുടെ ഇത് എന്താ നിങ്ങളുടെ പോസ്റ്റ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി പറ്റും. അപ്പം കമന്റ് ചെയ്യുക, പിന്നെ റിയാക്ഷൻ ഇടുക. ഓരോ പോസ്റ്റ് നിങ്ങൾ കാണുമ്പോഴും റിയാക്ഷൻ ഇടുക. റിയാക്ഷൻ തന്നെ പല ടൈപ്പിലുണ്ട്. ലൈക്ക് ഇപ്പം ഇത് കാണിക്കാനുള്ള സാമ്യം ഇപ്പം പ്രതീൻ്റെ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ഇതിനകത്ത് ഇവിടെയാണ് നമ്മൾ ലൈക്ക് ഇടുന്നത്. ഇവിടെ എനിക്ക് വെറും ലൈക്ക് ഇടാം, അല്ലെങ്കിൽ ഇവിടെ കണ്ടോ, ഒന്നെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ലവ് അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ആണ്, ഫണ്ണി ആണ്. അപ്പൊ അത്രയും ഓപ്ഷന് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ലൈക്ക് ഇട്ടെങ്കിൽ പ്രതീകിന്റെ കൂട്ടുകാരനാണ്, ഇവന്റെ കൂട്ടുകാർക്കും ഇവന്റെ ഫോളോവേഴ്സിന് അറിയാൻ പറ്റും ഞാൻ ഇവന്റെ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവഴി എന്റെ ഫോളോവേഴ്സിന് ഇവന് കിട്ടും, എന്റെ ഫോളോവേഴ്സിനും അറിയാം പ്രതീകിന്റെ ഇതിന് ഞാൻ കമന്റ് ചെയ്തു അല്ലെങ്കിൽ ലൈക്ക് ചെയ്തു, പ്രതീകിന്റെ ഫോളോവേഴ്സിന് അറിയാം. അതുവഴി മ്യൂച്വലി നമ്മുടെ രണ്ടുപേരുടെയും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഗ്രോ ചെയ്തു. പിന്നെ കീപ്പ് അപ്പ് വിത്ത് ഇൻഡസ്ട്രി ന്യൂസ്, പിന്നെ അതും വലിയൊരു കാര്യമാണ്. ലിങ്ക്ഡിനിൽ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, ലിങ്ക്ഡിനിൽ കുറെ എന്താ പറയാ ഇതുണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സാധനം കാണിച്ചുതരാം, പൈത്തൺ ഡെവലപ്പർ കമ്മ്യൂണിറ്റി. ഇതാണ്, ഇതിനകത്ത് പൈത്തൺ അറിയുന്ന കുറെ ആൾക്കാർ, കുറെ സെറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പൈത്തണിൽ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ വന്നു, അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി നോക്കുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഇഷ്യൂ വന്ന ഒരാളുണ്ട്. അത് എങ്ങനെയാണ് ഈ പറയുന്ന ഇതാണ്ട് ടു പൈത്തൺ, പൈത്തണിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അതുപോലെ ഇഷ്ടം പോലെ സാധനങ്ങൾ, ഇപ്പൊ ജാങ്കോ ആണെങ്കിൽ ജാങ്കോ ഡെവലപ്പേഴ്സ് കമ്മ്യൂണിറ്റി, ജാങ്കോ ഡെവലപ്പേഴ്സ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നോഡ് ജിഎസ് ഡെവലപ്പേഴ്സ് കമ്മ്യൂണിറ്റി. ഇവിടെ കണ്ടോ, റിയാക്ട് ഡെവലപ്പേഴ്സ്, ഇവിടെ റിയാക്ട് ഡെവലപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്റേൺഷിപ്പ് ഗ്രൂപ്പ്, ഇന്റേൺഷിപ്പ് റിലേറ്റഡ് മെസ്സേജ് മാത്രമേ നിങ്ങൾക്ക് വരൂ. ജാവ ഡെവലപ്മെന്റ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതും ലിങ്ക്ഡിനിലെ വലിയൊരു നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, പലരും എൻ്റെ ഒരു കൂട്ടുകാരന് പേഴ്സണലി യൂസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇയാളുടെ സാധനത്തിന് ഞാനിപ്പം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റും, പൈത്തണിൽ എക്സ്പേർട്ട് ആയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു കമന്റ് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യും കൂടി ചെയ്യും. അങ്ങനെ നല്ലൊരു ഓപ്ഷനാണ് ലിങ്ക്ഡിനിൽ ഇതുപോലുള്ള കമ്മ്യൂണിറ്റീസ്. അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം, നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കി. ഇപ്പൊ പൈത്തൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൈത്തൺ കമ്മ്യൂണിറ്റി നിങ്ങൾ ഇതാക്കുക, റിയാക്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ജാവ, അതുപോലെ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നിങ്ങളുടെ ലിങ്ക്ഡിൻ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഇപ്പം നിങ്ങൾക്ക് പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് നിങ്ങളുടെ ഇതിനുണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം ആക്റ്റീവ് ആണെങ്കിൽ ലിങ്ക്ഡിൻ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഇതൊക്കെ ലിങ്ക്ഡിൻ സജസ്റ്റ് ചെയ്താണ്, റെക്കമെൻഡേഷൻ ജസ്റ്റ് ഫോർ യു. ഇങ്ങനെയാണ് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലും എൻ്റെ സിമിലർ മുമ്പ് ഞാനിട്ട പോസ്റ്റ് ഒക്കെ കണ്ടിട്ടാണ്. ജാവാസ്ക്രിപ്റ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഗീക്സ് ഫോർ ഗീക്സ്, ഇതൊക്കെ ഒരു മറ്റേ ഒരു എന്താ വെബ്സൈറ്റ് കുറെ റിസോഴ്സ് കിട്ടുന്നു. പിന്നെ ജാവ ഡെവലപ്പേഴ്സ് കമ്മ്യൂണിറ്റി, ഇതിനകത്തൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തെങ്കിൽ ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു എറർ വരിക. അപ്പൊ ഇതുപോലുള്ള കമ്മ്യൂണിറ്റീസിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. പിന്നെ വേറെ ആരാണ്, ആഡ് കണക്ഷൻ ടു യുവർ നെറ്റ്വർക്ക്, മറ്റുള്ളവരെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഫോളോ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചത്. വെരി സിമ്പിൾ, എനിക്ക് വന്ന കണക്ഷൻസ്, ഇങ്ങോട്ട് വന്ന കണക്ഷൻസ് ആണ് അത്. നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കണ്ടോ, പുറത്ത് കോളേജിൽ നിന്ന് വന്ന ഒരു ഇതാണ്. അപ്പൊ എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും,
സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്കത് ഫോളോവർ ആയിട്ട് കൂടത്തുള്ളൂ. ഓക്കെ, കണ്ടോ, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം വേറൊരു അക്കൗണ്ടിൽ നിന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കിയിട്ട് പ്രൊഫൈലിൽ എന്തെങ്കിലും ഇതുപോലെ കാണുവാണെങ്കിൽ ബ്ലാക്ക് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളൊരു എന്താ പറയുക സാധനം, ഒരു കണക്ഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമുക്ക് ഫോളോ ചെയ്യാനും പറ്റും. ഫോളോ ചെയ്യുന്നതും കൂടി എങ്ങനെയെന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്ന പോലെ. ഇതാണ്ടോ, ഇപ്പം ജിയോ എം ബെന്നി, ഡാറ്റ സയന്റിസ്റ്റ്, iOS ഡെവലപ്പറാണ്. അപ്പം ഇദ്ദേഹത്തിന് ഞാൻ കണക്ട് ചെയ്തു. കണക്ട് ചെയ്യാനും പറ്റും, ഫോളോ ചെയ്യാനും പറ്റും. ഫോളോ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അദ്ദേഹം അപ്രൂവ് ചെയ്താലേ എനിക്ക് കറക്റ്റായിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ. യെസ്, ഇത് അദ്ദേഹം എന്താ എൻ്റെ അപ്രൂവ് ചെയ്താലേ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതുവഴി എന്താ നമ്മുടെ പ്രൊഫൈൽ കുറച്ചും കൂടി റീച്ച് കിട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. കണക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. കണക്ഷൻ കൂട്ടുന്നതും അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. ആരും അറിയാതിരിക്കുന്നതിനേക്കാൾ അപ്ഡേറ്റ് യുവർ എക്സ്പീരിയൻസ് ആസ് ഇറ്റ് ഹാപ്പൻസ്. എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിലും, എന്ത് ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വളരെ ചെറുതായിക്കൂടാ, ഒരു പ്രൊഫഷണലിസം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ആ രീതിയിലുള്ള പോസ്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാം. പിന്നെ റിസർച്ച് കമ്പനീസ് ആൻഡ് സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഇന്റർവ്യൂസ്. ഓക്കെ, കമ്പനീസിനെ പറ്റി റിസർച്ച് ചെയ്യാം. പിന്നെ ഇന്റർവ്യൂവേഴ്സ് ആയിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയേക്കാം. ഞാൻ ആക്ച്വലി ബിടെക് ഇപ്പം കഴിയുന്ന സമയത്ത് എനിക്ക് ഈ ഒരു എക്സ് എന്നുള്ളൊരു കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്. എങ്ങനെ എനിക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾ ഉണ്ടാക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇപ്പം ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എനിക്കത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇൻഫോസിസിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കിട്ടും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പം അപ്പം ചിലപ്പോൾ അവർ മെസ്സേജ് ഓക്കെ ഐ ക്യാൻ റെഫർ ചെയ്യും. അങ്ങനെ അവർ നിങ്ങളെ റെഫർ ചെയ്യും. പിന്നെ നിങ്ങൾക്കൊരു ഒരു ഹൈക്ക് ആയിരിക്കും. നിങ്ങൾക്ക് അതുവഴി റെഫറൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡായി അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഇന്റർവ്യൂവേഴ്സ്. അത് ആവശ്യമുള്ള സമയത്തെല്ലാം മുമ്പേ അങ്ങനെ ചെയ്തു വെക്കുന്നത് ശീലം നല്ലതായിരിക്കും. പിന്നെ സ്കൂൾ നെയിം ഒക്കെ സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങളുടെ അലുമിനി ഒക്കെ ആണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു അലുമിനിയോട് ഞാൻ ജോബ് അവന്റെ ജോബിലോട്ട് അവന്റെ കമ്പനിയിലോട്ടൊരു എന്താ ഒരു റിക്വസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അലുമിനി ആണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും APJ അബ്ദുൽ കലാം കോളേജ് LBS കോളേജ് പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. അപ്പം എൻ്റെ ജൂനിയർ അല്ലേ, അപ്പം എനിക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്താൽ വലിയ കാര്യമായിട്ട് നഷ്ടമൊന്നും വരാനില്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായി. ഓക്കെ, അപ്പം സ്കൂളും നെയിം കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ നിങ്ങൾ വെക്കണം. ആഡ് റെലവൻ്റ് ഹെഡർ ഫോട്ടോ വെക്കുക. പിന്നെ പ്രൊഫൈൽ സെക്ഷനൊക്കെ ഈ പറയുന്ന ഹെഡിങ് വെക്കുക. നിങ്ങൾ എത്ര കണക്ഷൻ ഉണ്ടെന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഹോം പേജിൽ തന്നെ അത് കാണും. പിന്നെ നിങ്ങളുടെ അബൌട്ട് സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ പറ്റി ഒരു ഡിസ്ക്രിപ്റ്റീവ് ബയോ നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഡാഷ് ബോർഡാണ് അത് ഓൺലി പ്രൈവറ്റ് ടു യു. ഇത് വേറെ ആർക്കും കാണാൻ പറ്റില്ല. എത്ര പേര് നിങ്ങളുടെ പോസ്റ്റ് കണ്ടിട്ടുണ്ട്, എത്ര പേര് നിങ്ങളുടെ പ്രൊഫൈൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര അപ്പിയറൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ലിങ്ക്ഡിൻ പ്രീമിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനും കാണാൻ പറ്റും. എത്ര പേര് നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു, അല്ലെങ്കിൽ എത്ര പേര് നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് കയറി നോക്കി, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കുന്നവരെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രീമിയം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് ആണ് ലിങ്ക്ഡിൻ പ്രീമിയത്തിനുള്ള. പിന്നെ ഗൈസ് പ്രത്യേകമായിട്ടൊന്ന് പറയാനുള്ളത്, ഈ പേജ് ഞാൻ പറഞ്ഞുതരാം. ലിങ്ക്ഡിൻ പ്രീമിയത്തിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ലിങ്ക്ഡിൻ ലേണിംഗ്. ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോഴ്സസ് നിങ്ങൾക്ക് നല്ല വാല്യൂ ഉള്ള നല്ല എമൗണ്ട് ഉള്ള കോഴ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് നോർമൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നോർമൽ അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലിങ്ക്ഡിൻ പ്രീമിയം നിങ്ങൾക്ക് ഉണ്ടാവണം. ലിങ്ക്ഡിൻ പ്രീമിയത്തിന് ശരിക്കും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000+ വരുന്ന ഒരു സാധനമാണ് ലിങ്ക്ഡിൻ പ്രീമിയത്തിന്റെ ഒരു വൗച്ചർ. അതിന് അത്രയും സാധനം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും കോഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല കോഴ്സാണ്, അത്യാവശ്യം നല്ല കോഴ്സാണ്. ഇപ്പം 55 മിനിറ്റ്സ് ഓൺലൈൻ കമ്പ്യൂട്ടർ വിഷനെ പറ്റി. ഇത് സെമിനാർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ സെമിനാർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് റെഫർ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ സെമിനാർ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ
അല്ലെങ്കിൽ നോളജ് കൂട്ടാനൊക്കെ നിങ്ങൾക്ക് ഈ ലിങ്ക്ഡിൻ ലേണിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ കിട്ടും, പക്ഷെ പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും, കുറേയും കൂടി കോഴ്സിന് ആക്സസ് കിട്ടും, പിന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം നല്ലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലിങ്ക്ഡിൻ ലേണിംഗ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം. ഓക്കെ, ഇതിൽ എല്ലാം കാണാൻ പറ്റും. നമ്മുടെ കണ്ടന്റ്, കോച്ചിങ് ഉണ്ട്. ഇതൊക്കെ ലിങ്ക്ഡിൻ ലേണിംഗിൽ മാത്രമേ ഉള്ളൂ. സോറി, മറ്റേ ലിങ്ക്ഡിൻ പ്രീമിയം ഫീച്ചറിൽ മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ. കോഴ്സറയിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ കെയർ ജേണി, നിങ്ങൾക്ക് ഒരു കെയർ ജേണി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കോഡിങ് പ്രാക്ടീസസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. പിന്നീട് അത് നോക്കാം. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇതൊക്കെ വെക്കുകയാണെങ്കിൽ എൻ്റെ റെസ്യൂമിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും എനിക്ക് പേഴ്സണലി ഉണ്ടാവാൻ പോവുക. എന്താ ഒരു കമ്പനിയിൽ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു റീച്ച് എനിക്ക് കിട്ടും. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്കുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ നല്ലൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇതാണ് ഹോം പേജ്. ഇത് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ബ്രൗസ് ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടോ, ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട്. ഇപ്പം SQL നെ പറ്റി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ AI നെ പറ്റി അല്ല, വേണ്ട, സൈബർ സെക്യൂരിറ്റി. ഓക്കെ, സൈബർ സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ കണ്ടോ, 2 lakh പ്ലസ് ലേണേഴ്സ് ഉള്ളൊരു സാധനമാണ്. സർട്ടിഫിക്കറ്റ് എലിജിബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലിങ്ക്ഡിൻ പ്രീമിയം ഉണ്ട്. പിന്നെ വേറെ കാര്യം, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രീമിയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐക്കൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതും നല്ലൊരു സാധനമാണ്. ഇപ്പം ലിങ്ക്ഡിൻ പ്രീമിയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ലിങ്ക്ഡിൻ പ്രീമിയം ഉള്ള ആളാണ്, ലിങ്ക്ഡിനിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ നിങ്ങൾക്ക് യൂഷ്വലി നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പം നോർമൽ യൂസറിനും പ്രീമിയം യൂസറിനും ഒരു സ്പെസിഫിക് ആപ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു റോള് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പം പ്രീമിയം ഉള്ളവർക്ക് നല്ലൊരു പ്രിവിലേജ് ഉണ്ട്, നല്ലൊരു എന്താ പവർ ഉണ്ട്. അപ്പം അത് കിട്ടണമെങ്കിൽ നാളെ മുതലുള്ള സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് പറയാനാണ് ഞാനിത് പ്രീമിയത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. പിന്നെ കുറെ ബെനിഫിറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ബെനിഫിറ്റ് ഉണ്ട്. നാളെ മുതൽ 6 ദിവസവും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് മറ്റേ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അറ്റൻഡ് ചെയ്യണം. നമുക്ക് എത്ര വേണമെങ്കിലും ലിങ്ക്ഡിൻ പ്രീമിയം കിട്ടും. പക്ഷെ ഒരു 100 ആൾക്കാർ വെച്ച് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ നമുക്ക് 60+ ലിങ്ക്ഡിൻ പ്രീമിയം നമുക്ക് കിട്ടും ഇവന്റ് കഴിയുമ്പോഴേക്കും. പക്ഷെ അത്രയും കിട്ടണമെങ്കിൽ 100 വെച്ചിട്ട് എല്ലാ ഇവന്റിനും വേണം, എല്ലാ ഇവന്റിനും പാർട്ടിസിപ്പേഷൻ വേണം. 100 എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ച 10 പേരിൽ ഒരാൾക്ക് വെച്ചിട്ടാണ് ഇപ്പം MLS ലിങ്ക് പ്രീമിയം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ 6 ദിവസം ഇവന്റ് നടത്തിയെങ്കിൽ 600 പേരിൽ വെച്ച് നമ്മൾ നടത്തി 60 പേർക്ക് ലിങ്ക്ഡിൻ പ്രീമിയം കിട്ടി. അങ്ങനെയാണ് ലിങ്ക്ഡിൻ പ്രീമിയത്തിന്റെ ആ ഒരു ഇത് പോകുന്നത്. അപ്പൊ എത്ര പേരുണ്ടോ അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ പേഴ്സണലി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ കോഴ്സ് ഷെയർ ചെയ്തിട്ട് അവരോടും എൻകറേജ് ചെയ്യിപ്പിക്കുക ടു ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. ലിങ്ക്ഡിൻ പ്രീമിയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറേ ടൈമായി ഞാൻ പെട്ടെന്ന് നിർത്താം. പിന്നെ ഫ്രീക്വന്റ് ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സ്പീരിയൻസ് എപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഒരു ബുള്ളറ്റഡ് പോയിന്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വെറുതെ ഡിസ്ക്രിപ്ഷൻ പോലെ ഇടാണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ പോലെയാണ് അത് ബുള്ളറ്റഡ് പോയിന്റ് ആക്കി വെച്ചാൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എവിടെ മുതൽ എവിടം വരെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. എഡ്യൂക്കേഷൻ സെക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സ്കില്ലിന് എൻറോസ്ഡ് ബൈ കൊളീഗ്സ് അല്ലെങ്കിൽ സ്റ്റാഫ്സ്, കമ്പനി CEO അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻറോസ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻറോസ് ചെയ്യുന്നതും നിങ്ങളുടെ ഒരു ഇതാണ്. പിന്നെ ടെക്നിക്കൽ കോഴ്സ് വർക്ക്, ഈ ഒരു സെക്ഷൻ എനിക്ക് കാര്യമായിട്ട് അറിയില്ല, വേണമെന്നില്ല. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇതൊന്നും വേണമെന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് മൈ പ്രസന്റേഷൻ. ഞാനൊരു നല്ലൊരു PPT ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ടൈം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു സാധനം ചെയ്ത. പിന്നെ വേറെന്തെങ്കിലും ഈ ഒരു ഹോം പേജിൽ നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ലിങ്ക്ഡിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ. ഓക്കെ ഓക്കെ ഓക്കെ.
ഓക്കെ, ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഐ തിങ്ക് ഞാൻ ജോബ് സെക്ഷനെ പറ്റി പറഞ്ഞിട്ടില്ല. മൈ നെറ്റ്വർക്ക് പറഞ്ഞു, എനിക്ക് വന്ന നെറ്റ്വർക്ക് കണക്ഷൻ എനിക്കറിയാൻ പറ്റും. മെസ്സേജിങ് അങ്ങനെ പലതുണ്ട്. പിന്നെ എനിക്കൊരു ജോബാണ്. അപ്പം ഞാനൊരു ടെക്നിക്കലി ഞാൻ പഠിച്ചു, ലൈക്ക് ഞാനൊരു റിയാക്ട് പഠിച്ചു. അപ്പം എനിക്ക് റിയാക്ട് ഡെവലപ്പർ അല്ലെങ്കിൽ റിയാക്ട് എഞ്ചിനീയർ എന്നുള്ളൊരു റോളിലോട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് സെർച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ഡെവലപ്പർ, റിയാക്ട് ജേഴ്സി സെർച്ച് ചെയ്യും. എവിടെ? ജോബ്സ് എന്നുള്ള സെക്ഷനിലാണ്. ജോബ്സിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഇഷ്ടം പോലെ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. റിയാക്ട് യൂസ് ചെയ്യുന്ന കമ്പനീസ്. ഈ ഒരു കമ്പനി കറന്റ് 4 ഡേയ്സ് മുമ്പ് വരെ ഈ ഒരു ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയറിൽ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈസി അപ്ലൈ, ഇവിടെ നിൽക്കുക. ഈ ഒരു സാധനം ലിങ്കിന് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തിരുന്നു, ഒരു കമ്പനിയിൽ ചെയ്തിരുന്നു. അതുകൊണ്ട് നേരത്തെ ചെയ്ത സാധനം അത് സേവ് ആയി കിടക്കും. അത് ഞാൻ അപ്ലോഡ് ചെയ്തു. ഓ സോറി, സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അടിച്ചാൽ നെക്സ്റ്റ്. പിന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ്, ഹൗ മെനി ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഡു യു ഹാവ് വിത്ത് Node.js? 1 year. പിന്നെ Kubernetes ആയിട്ട് എനിക്കൊരു 3 year എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ AWS ആയിട്ട് എനിക്കൊരു 2 years എക്സ്പീരിയൻസ് ഉണ്ട്. ദെൻ റിവ്യൂ അടിക്കാം, ഞാൻ ചെയ്ത സാധനങ്ങൾ, സബ്മിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ദെൻ സബ്മിറ്റ് ആപ്ലിക്കേഷൻ. ഇത്രയും നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ കമ്പനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൽ പോയി ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സെൻഡ് ടു ഈ ഒരു ടെക്നോളജീസ്, ഈ ഒരു കമ്പനിയിലോട്ട് പോയി കഴിഞ്ഞു. ഇനി യു വാണ്ട് ടു സോറി, എൻ്റെ ഒരു മിസ്റ്റേക്കാ. ഹോട്ട്സ്പോട്ട് എടുത്ത നെറ്റ്, ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി, ചാർജ് ഇരുന്നിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയർ ആയിട്ട് എനിക്ക് ഇപ്പം കേൾക്കാലോ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലല്ലേ? സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഗ്രോ ഡെവലപ്പർ, എനിക്ക് ഇവിടെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ദെൻ നേരത്തെ
പറഞ്ഞ പോലെ ഈസി അപ്ലൈ. എൻ്റെ പ്രൊഫൈലൊക്കെ ഇവിടെ തന്നെ വന്നു. കണ്ടോ, റെസ്യൂം സെലക്ട് ചെയ്തൊന്ന് നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് കാണിച്ചതേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഉണ്ടോ, നെക്സ്റ്റ്, യെസ്, റിവ്യൂ, സബ്മിറ്റ് ആപ്ലിക്കേഷൻ. കണ്ടോ, ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ, നിങ്ങളൊരു ജോബിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ അയച്ച് കമ്പനീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അവർക്ക് മെയിൽ അയച്ചു, റിപ്ലൈ വന്നെങ്കിലായി, ഇല്ലെങ്കിലില്ല. അപ്പം ആ രീതി പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ലിങ്ക്ഡിനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആക്റ്റീവായി നിങ്ങളുടെ പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുക, ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻസ്. ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ പോസ്റ്റിന് ലൈക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവര് വേറൊരാളെ പോസ്റ്റ് ചെയ്ത് മറ്റേ കമന്റ് ചെയ്ത കാര്യം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടുണ്ട്, കണക്റ്റും ചെയ്തിട്ടുണ്ട്, ഫോളോയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്പനി ലിങ്കിനോട് പറഞ്ഞിരുന്നു, സിമിലർ വോൾവായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ച ഒരു സീനിയർ, മുമ്പ് എപ്പോഴോ പഠിച്ച സീനിയർ ഇപ്പോഴും ബോൾഡ്. കണ്ടോ, ഈ കമ്പനി എല്ലാ വീക്കെൻഡിലും ഇതുപോലൊരു വായിക്കാനായിട്ടൊരു ടെക്നിക്കൽ ആർട്ടിക്കിൾ എല്ലാ വീക്കും അങ്ങനെ ഇടാറുണ്ട്. അതുപോലെ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അത്രയ്ക്കും നല്ലൊരു സാധനമാണ്, അത്രയ്ക്കും നല്ലൊരു ആപ്പാണ് ലിങ്ക്ഡിൻ. അപ്പോൾ ലിങ്ക്ഡിന്റെ പ്രീമിയം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ലിങ്ക്ഡിൻ കൊണ്ട് തന്നെ ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ലിങ്ക്ഡിന്റെ പ്രീമിയം കൊണ്ട് എത്ര ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ നാളെ മുതലുള്ള സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, വൈൻഡപ്പ്. ഞാൻ വൈൻഡപ്പ് ചെയ്യും, കാരണം സമയം കുറേ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. കമന്റ് ബോക്സിൽ ഒരു ഡൗട്ട് ഇട്ടിട്ടുണ്ട്. ക്യാൻ വി അപ്ലൈ ഫോർ ഇന്റേൺഷിപ്സ് ഇൻ ലിങ്ക്ഡിൻ? യെസ്, ഷുവർ, വി ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ്. ഇന്റേൺഷിപ്പ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് സെർച്ച് ചെയ്യാമല്ലോ. നമുക്ക് ജോബിൻ്റെ അവിടെ പോയിട്ട് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഞാൻ ഇന്റേൺഷിപ്പ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇന്റേൺഷിപ്സ്. അപ്പൊ ഏതൊക്കെ കമ്പനിയിൽ ഏതൊക്കെ റോളിലാണ് ഇന്റേൺഷിപ്പ് ഇതായിട്ടുള്ളതെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ റിമോട്ടിന്റെ അർത്ഥം എന്താ? റിമോട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് വെബ് ഡെവലപ്മെന്റ് ഇന്ത്യയാണ്. റിമോട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ പോകണമെന്നില്ല. കൊച്ചിയിലുള്ള ഒരു കമ്പനിയാണ്, കൊൽക്കത്തയിലുള്ള ഒരു കമ്പനിയാണ്. എനിക്ക് അവിടെ പോകണമെന്നില്ല, പക്ഷെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യം, ചില കമ്പനി ആണെങ്കിൽ അവരുടെ കമ്പനിന്റെ ലിങ്ക് വെക്കും. ചിലതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലിങ്ക്ഡിൻ വഴി തന്നെ അപ്ലൈ ചെയ്യാം. ചിലത് നമുക്ക് ആ കമ്പനീന്റെ സൈഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇതാക്കാൻ പറ്റും. എന്തുണ്ടെങ്കിലും സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ സെർച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിനകത്ത് സാധനം കിട്ടും. ഇന്റേൺഷിപ്പിലോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു സ്റ്റാക്ക് പഠിക്കും. ഇപ്പോൾ വെബ് ഡെവലപ്മെന്റ് അറിയില്ലെങ്കിൽ റിയാക്ട് ഒക്കെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ അടുത്ത് തന്നെ ടിങ്കറബിൽ റിയാക്ടിന്റെ ഇന്റേണിനെ പറ്റി ഒരു കോള് വന്നായിരുന്നു. അപ്പം അതൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തായാലും സെലക്ട് ചെയ്യും. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിയാക്ട് ഇച്ചിരിയെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യും. പിന്നെ എല്ലാം നോക്കണം, നിങ്ങളുടെ അക്കാഡമിക് കമ്മിറ്റ്മെന്റ്സ്, പ്രോജക്ട്സ് അതൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓവർലോഡഡ് ആവരുത്. ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാട്. ഇനി എന്തെങ്കിലും ഡൗട്ട്? ആർ ദർ എനി പ്രീ റിക്വസൈറ്റ് ഫോർ അപ്കമിങ് സെഷൻസ് ഇൻ ദ ബോട്ട് ക്യാമ്പ്? പ്രീ റിക്വസൈറ്റ് ആയിട്ടൊന്നും വേണ്ടടാ. നിന്റെ സമയം നമുക്ക് തന്നാൽ മതി. നമ്മൾ എല്ലാ ഇവന്റും എല്ലാ ഡേയും നമ്മൾ ഇവന്റ് വെക്കും. അപ്പം അറ്റ് ദ ബിഗിനിങ് ടു ദ എൻഡിങ് നല്ല സെഷൻ ആയിരിക്കും. ആ ക്ലാസ് എടുക്കാൻ പോകുന്ന ഗുജറാത്തിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, നമ്മുടെ സീനിയർ ആയിരുന്നു, എൻ്റെ നേരെ സീനിയർ. നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഇയേഴ്സ് കണ്ടിട്ടില്ല. അപ്പം ഒരു പ്രീ റിക്വസൈറ്റ് ആയിട്ട് ഒന്നും വേണ്ട, ഫ്രം ദ ബേസിക്സ് ആണ് പഠിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ ടൈമാണ് നമുക്ക് തരേണ്ടത്. കാരണം നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവണം, 1.5 മണിക്കൂർ ഇത്ര ആൾക്കാർ ഇരുന്നിരുന്നു. 1.5 മണിക്കൂർ ഇരുന്നിരുന്നെങ്കിലേ നമുക്ക് നാളത്തെ സെഷൻ ഇപ്പം 42 പേരാണെങ്കിൽ നമുക്ക് 4 ലിങ്ക്ഡിൻ പ്രീമിയം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം പബ്ലിസിറ്റി പോകണം. നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക.
ഓക്കെ, എന്നാലേ നമുക്ക് ആൾക്കാർക്കനുസരിച്ച് നമുക്ക് ലിങ്ക്ഡൈൻ പ്രീമിയം കിട്ടുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഡേ 40 പേരുണ്ടെങ്കിൽ 4 പ്രീമിയം കിട്ടി, സെക്കൻഡ് ഡേ 30 പേരാണെങ്കിൽ 7 ലിങ്ക്ഡൈൻ പ്രീമിയം. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ പകുതിയായി ലിങ്ക്ഡൈൻ പ്രീമിയംസ്. ഓക്കെ, എത്ര വേണമെങ്കിൽ നമുക്ക് കിട്ടും, പക്ഷെ ആൾക്കാർ വേണം. ഒരു 200 ഉണ്ടെങ്കിൽ എത്ര 100+100+ ലിങ്ക്ഡൈൻ പ്രീമിയം കിട്ടിയാൽ ഒന്ന് ചിന്തിച്ചേക്ക് നമുക്ക് എത്ര വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ഒരു ഇവന്റ് എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ടൈമാണ് വേണ്ടത്. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവന്റ് അറ്റൻഡ് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അഷ്വറിന്റെ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരും, അത് വെച്ച് നിങ്ങൾക്ക് ക്ലൗഡിൽ വർക്ക് ചെയ്യാം. ഇതൊക്കെ ചെറിയ കാര്യമല്ല, നിങ്ങൾക്കിത് ഒരു പ്രൊഫഷണൽ ആകുമ്പോഴേ ഇതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇത്രയും വലിയ വലിയ കാര്യങ്ങളാണ് മറ്റേ MLSA വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്? ഈ ഒരു ഇവന്റ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ഒരു റിയാക്ഷൻ എന്തെങ്കിലും കിട്ടെ. എല്ലാവർക്കും ഇതിന്റെ മെസ്സേജ് കിട്ടിയോ നാളത്തെ ഇവന്റിന്റെ, നാളെ മുതലുള്ള ഇവന്റിന്റെ? ഓക്കെ, ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് മാത്രമാണ്. ഇപ്പൊ ഇന്ന് 40 പേര്, നാളെ ഒരു 100 പേരാണെങ്കിൽ ഷുവർ നമുക്ക് നാളെ തന്നെ 10 ലിങ്ക്ഡൈൻ പ്രീമിയം കിട്ടി. പക്ഷെ നമ്മളത് അനൗൺസ് ചെയ്യുന്നത് ഇവന്റ് ശേഷമായിരിക്കും. ലൈക്ക് നാളെ തന്നെ അത് കിട്ടും തോന്നുന്നില്ല. നമ്മുടെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് പ്രൊപ്പോസൽ കൊടുത്തൊക്കെ കഴിയുമ്പോൾ എന്തായാലും അത് സമയം എടുക്കും. അവർ ചെക്ക് ചെയ്ത് വാലിഡേറ്റ് ചെയ്തൊക്കെ കിട്ടുമ്പോഴേക്കും. അപ്പൊ അതിൽ ഒരാൾ നിങ്ങളാവണം. എല്ലാവർക്കും കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, അപ്പം മാക്സിമം പബ്ലിസിറ്റി തരണം. ഫസ്റ്റ് ഇയേഴ്സിനും ഒരു 70% പിന്നെ സെക്കൻഡ് ഇയേഴ്സിന് ഒരു 50%. തേർഡ് ഇയറിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ഹോപ്പും ഇല്ല, കാരണം ഇൻഡസ്ട്രിയിൽ ആരെയും നമുക്ക് തേർഡ് ഇയറിൽ കാണാനില്ല. ഫോർത്ത് ഇയറിലാണെങ്കിലും ഒരു 4-5 പേര് മാക്സിമം, വേറെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനാണ് മെയിനായിട്ട് നോക്കുന്നത്. നിങ്ങളായിരിക്കണം ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്കായിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, പിന്നെ ഇവന്റ് കഴിയുമ്പോഴേക്കും MLSA എങ്ങനെ ലീഡർഷിപ്പ് എടുക്കാം, MLSA ലീഡ് എങ്ങനെ ആവാന്നുള്ളൊരു ഗൈഡൻസും കൂടി ഞങ്ങൾ തരും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ആ റോളും കൂടി അതിന് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. നിങ്ങൾ ഇപ്പൊ MLSA ലീഡ് ആണെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെഷൻ എടുക്കാം. ഞാൻ നിർബന്ധിക്കുന്നില്ല, അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. IEEE കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒഫീഷ്യൽസ് ആണ് മൈക്രോസോഫ്റ്റ് ലേൺ സ്റ്റുഡന്റ് അംബാസിഡേഴ്സ്. പക്ഷെ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ലിങ്ക്ഡൈൻ പ്രീമിയം നിങ്ങൾ കാരണം ഒരു 10 പേർക്കൊക്കെ കിട്ടും. ഇപ്പൊ എനിക്ക് പ്രീമിയം കിട്ടിയ എന്റെ സീനിയർ വഴിയാണ്. അപ്പം അതുപോലെ നാളെ മുതൽ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. എന്തെങ്കിലും ഡൗട്ട് നമ്മളെടുത്ത സെഷനെ കുറിച്ചോ നാളെ നടക്കാതിരിക്കുന്ന ബോട്ട് ക്യാമ്പിനെ കുറിച്ചോ എലവേറ്റ് സീരീസിനെ പറ്റിയോ? താങ്ക് യു. ഒന്നും ഇഷ്ടമില്ല, നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു നിങ്ങളുടെ ബെനിഫിറ്റ് ആണ്, നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിനോട് ഉണ്ടാവണം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത എക്സിക്കോമിലോട്ട് എല്ലാവരും അപ്ലൈ ചെയ്യണം. IEEE മെമ്പേഴ്സ് എല്ലാവരും അടുത്ത CSSBC എക്സിക്കോമിലേക്കും IEEE ലീഡർഷിപ്പ് പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ജൂനിയേഴ്സിനെ നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി എന്നുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഈ പറയുന്ന ഈ ഓരോ സെഷൻസ്. അതാ നിങ്ങളുടെ സെം എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ സെം എക്സാം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം എന്താ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് അറിയാം. ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി വെച്ചിട്ട് കാര്യമില്ല. ലാബ് ഉണ്ട്, ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പുറകെയാണ്. അപ്പൊ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഞാനില്ല. ഇതൊക്കെ ഓപ്ഷനിലാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് ആരും ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല. ഫോഴ്സ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്നിനും നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് അത് വരത്തില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ ലീവ് ചെയ്തു. ഓ താങ്ക് യു ബ്രോ. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ലൈക്ക് ഓ താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ആൻഡ് ഇത്ര സമയം കേട്ടതിന് നിങ്ങളുടെ ഇന്ററാക്ഷന് ഒക്കെ വളരെ നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇരുന്നോളൂ, അല്ലെങ്കിൽ നാളെ മുതൽ എല്ലാവരും ജോയിൻ ചെയ്യണം.